രാമകൃഷ്ണന്മാരുടെ സഹോദരിയായിട്ട് സുഭദ്ര ഉണ്ടായില്ലേ? ആ സുഭദ്ര എന്ന് പറഞ്ഞ പെൺകുട്ടി യഥാ എങ്ങനെയാണ് ഉപയേമേ വിജയ, എങ്ങനെയാ അർജുനൻ വിവാഹം ചെയ്തത്? എന്നിട്ടാണല്ലോ യാ മമ അസീൽ പിതാമഹി, അങ്ങനെയാണല്ലോ എൻ്റെ മുത്തശ്ശിയായത്. അതെങ്ങനെയുണ്ടായത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് പരീക്ഷത്തിന്റെ അച്ഛൻ്റെ അമ്മയാണല്ലോ അപ്പൊ ഈ പറയണേ സുഭദ്ര. അപ്പൊ സുഭദ്ര മുത്തശ്ശമ്മയുടെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തത് എന്താണെന്നാണെങ്കിൽ, അർജുന തീർത്ഥയാത്രയാം പര്യടൻ അവനീം പ്രഭു. അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട കാലത്ത് ഭൂമിയിൽ ഇങ്ങനെ തീർത്ഥയാത്രയായിട്ട് സഞ്ചരിച്ച് പോകുമ്പോഴാണ് എന്താണ്ടായിച്ചാൽ, അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഗത പ്രഭാസ ആശ്രമം, ആ പ്രഭാസ തീർത്ഥത്തിൽ വന്നു. ഈ പ്രഭാസത്തിൻ്റെ അടുത്താണ് ഈ ദ്വാരകയെ. അപ്പൊ അവിടെ വന്നപ്പോൾ എന്താണ്ടായി വെച്ചാല്, ഈ ഒന്ന് ദ്വാരകയിലേക്ക് ഭഗവാനൊക്കെ അറിഞ്ഞു. അർജുനൻ പിന്നെ വന്ന ഭഗവാൻ അറിയൂലോ. അങ്ങനെ അർജുനൻ തീർത്ഥയാത്രാ കാലത്ത് ദ്വാരകയിൽ വന്നിരിക്കുന്ന കാലത്ത് അവിടെ വെച്ചിട്ടാണ് എന്തുണ്ടായത്, ഈ സുഭദ്രയ്ക്ക് വെച്ചാൽ അർജുനനോട് കുറേശ്ശെ ഒരു പ്രേമൊക്കെ ഉണ്ട്. ഇനിയും അർജുനനും ഉണ്ട് കുറേശ്ശെ ഈ ഒരു അസ്ക്യത ആരോട്, സുഭദ്രയോട്. എന്ന് വെച്ചാൽ അങ്ങനെ കുറ്റം പറയാൻ വയ്യ. അർജുനനൊന്നും മഹാകേമനാണ്. ഈ ലോകത്ത് അങ്ങനെ ഒരു സുന്ദരൻ, ഒരു യോഗ്യൻ, ഒരു വില്ലാളി വീരൻ, ഒരു സമർത്ഥൻ, ഒരു എന്താ പറയുക, ഈ വിധത്തിൽ ബുദ്ധിയിലും പ്രഭാവത്തിലും ശക്തിയിലും കഥയിലും വിവരത്തിലും പ്രൗഢിയിലും കുലീനതയിലും ഒക്കെ മിടുക്കനായിട്ടൊരു യോഗ്യൻ വേറെയില്ല. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ പോയി പന്ത് കളിക്കുന്ന ആള്, ക്രിക്കറ്റ് കളിക്കുന്ന ആള്, അങ്ങനെയുള്ളവരോടൊക്കെ വലിയ ഒരു ബഹുമാനം ഉണ്ടാവില്ലേ ചെറുപ്പക്കാർക്ക്? നമ്മുടെ കടലാസിൽ, പത്രക്കടലാസിൽ കണ്ടിട്ടില്ലേ ഈ പന്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കണത്? എന്താല്ലേ ഒരു 2 അടി നീളമുള്ള ആ വലിയ ചിത്രം അങ്ങനെ വെക്കും. അതൊക്കെ കണ്ട ചെറുപ്പക്കാരൊക്കെ എന്താ കാണുക, ചെപ്പുറത്ത് 50 പേർ ബോംബ് പൊട്ടി മരിച്ചു. ഇത് നോക്കി കഴിഞ്ഞതിന്റെ ശേഷം എന്ത് വായിക്കുള്ളൂ? ഇത് പൊട്ടിയത് എവിടെയാ നോക്കുള്ളൂ. എന്നുവെച്ചാൽ അതൊരു വീരാരാധന അങ്ങനെയൊക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാർക്ക് കൂടെ സിനിമയിലുള്ളവരെ കണ്ടിട്ടില്ലേ? സിനിമാക്കാരെയൊക്കെ നമ്മൾ അതിലൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഇതൊരു നമുക്കൊരു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരിങ്ങനെ പോകുമ്പോൾ ആ കാറൊന്ന് തൊട്ടിട്ട് എന്താന്നോ പരിഹസിച്ചതല്ല. അങ്ങനെയൊക്കെ വേണം. കഴിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കും. ഇങ്ങനെയുണ്ടല്ലോ, നമുക്കൊന്നും പറ്റില്ല. അപ്പൊ പറ്റുന്നവരെ കണ്ടാൽ നമുക്ക് വലിയ സ്നേഹവും വലിയ ബഹുമാനമാണ്. അതൊക്കെ ലോകത്ത് പതിവുള്ളതാണ്, ഒരു മോശമായ കാര്യമാണെന്നല്ല പറഞ്ഞത്. പണ്ട് മുതലേ അതൊക്കെ ഉണ്ട്. വീരാരാധന എന്ന് പറയും. വീരന്മാരെയൊക്കെ വലിയ, ഇപ്പോഴും നമ്മൾ പഴയ വീരന്മാരുടെ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹുമാനം പറയില്ലേ? അത് അർജുനനോട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അന്ന് പ്രസിദ്ധനായതുകൊണ്ട് സുഭദ്രയ്ക്ക്. പിന്നെ മാത്രമല്ല അതുകൊണ്ടേ അത് ഇപ്പൊ പറയുകച്ചാൽ അച്ഛമ്മങ്ങളുടെ മകനാണ്, അത് അമ്മാവന്റെ മകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പരിചയം അതുകൊണ്ട്. പിന്നെ 2 മാസം സ്കൂള് കൂട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കണ്ടും മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. ബന്ധുക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൂടി മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു ബന്ധം വരില്ലേ? അതാണ് ആ ഒരു ബന്ധം നല്ലോണം ഉണ്ട്. അത് സുഭദ്രയ്ക്കും ഉണ്ട് ഭഗവാനോട്, അത് ഈ അർജുനനോട്. അതെ, അർജുനനാണെങ്കിലും സുഭദ്രയോടും ഉണ്ട്. അപ്പൊ തീർത്ഥയാത്രാ കാലത്ത് ഒരിക്കലും ഇങ്ങനെ ഇവർ പോണ സമയത്ത് അവിടെ രൈവതക മഹോത്സവം നടക്കുകയാണ്. ദ്വാരകയിലെ രൈവതക പർവ്വതത്തിൽ വലിയ മഹോത്സവമാണ്. അപ്പോൾ ഭഗവാനും അർജുനനും കൂടി ഇങ്ങനെ ആ ഉത്സവം കാണാൻ പോണ സമയത്ത് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഈ സുഭദ്രയെ കണ്ടപ്പം അർജുനൻ ചോദിച്ചു ഭഗവാനോട്, ആ നടുക്ക് നിൽക്കണേ മഞ്ഞപ്പാവാട എടുത്ത പെൺകുട്ടി ഏതാ ചോദിച്ചു. എന്താടോ നീ അവിടേക്ക് നോക്കേണ്ടത്, എൻ്റെ അനിയത്തി കുട്ടിയെന്നും പറഞ്ഞാല് സുഭദ്രയാണ്. അവർ നമ്മുടെ ഭദ്രയാണോ? അത് വലിയ കുട്ടിയായില്ലേ? വലിയ കുട്ടിയായി എന്നും പറഞ്ഞു. അങ്ങനെയല്ലേ എന്ന്. അപ്പൊ എന്താ വെച്ചാൽ അർജുനനത് ഒരു മോഹമുണ്ട് സുഭദ്രയോട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഭഗവാനാണെങ്കിൽ അതും മോഹമുണ്ട്, അർജുനന് കൊടുക്കുക വെച്ചാൽ സന്തോഷമുണ്ട്. പക്ഷെ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, ഈ സുഭദ്രയെ ജ്യേഷ്ഠൻ രാമൻ ബലഭദ്രസ്വാമി ദുര്യോധനായ ആർക്ക്, ദുര്യോധന് കൊടുക്കാൻ വെച്ചതാ. അപ്പൊ ഏട്ടനെ എതിർക്കാൻ ഒരു മടി, ഏട്ടനെ എതിർക്കുക ഒരു 2ാം തരത്തിൽ അതിലൊരു മടിയുണ്ട്. എന്നാലോ അതിനെ അനുകൂലിക്കാൻ അതും വിഷമുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ ഭഗവാന് താല്പര്യമില്ല. ഈ ദുര്യോധനന്റെ ആയുസ്സൊക്കെ ഭഗവാൻ അറിയാലോ. ദുര്യോധനന്റെ ജാതകമൊക്കെ ഉണ്ടാക്കിയത് ഭഗവാനല്ലേ, ജ്യോത്സ്യരാ ഭഗവാൻ. ജാതകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ആയുസ്സും ആരോഗ്യം കഥയൊക്കെ നിശ്ചലല്ലേ ഭഗവാൻ. അപ്പം അതുകൊണ്ട് ദുര്യോധനെ കൊടുക്കാൻ ഒട്ടും മോഹമില്ല. പക്ഷേ ഏട്ടൻ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയപ്പോൾ എതിർക്കുക, എന്ത് പറഞ്ഞിട്ട് എതിർക്കുക? അത് ഏട്ടനെ എതിർക്കാനും വയ്യ, അതൊരു ഒട്ടും പതിവില്ല. അപ്പോൾ അതൊരു വിഷമമുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുനൻ ഒരു ദിവസം വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഭഗവാൻ എനിക്ക് ഇങ്ങനെ ചെറിയൊരു ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞു. ഇത് വാദത്തിൻ്റെ ഉപദ്രവമാണോ ചോദിച്ചു. വാദത്തിൻ്റെ അല്ല, പ്രേമത്തിൻ്റെ ആണെന്നും പറഞ്ഞു. വാദത്തിന് ചികിത്സയുണ്ട്, മറ്റേ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചു ആരോടാടോ തനിക്ക് ചോദിച്ചു. ഇവിടുത്തെ അനിയത്തി കൂട്ടോടാ. അത് ഇറക്കടില്ല, ഇവിടുത്തെ അനിയത്തി കൂട്ടോടാന്ന് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, അതെ അർജുന, അതിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ ചോദിച്ചാൽ അനിയത്തെ ദുര്യോധനെ കൊടുക്കാനാണ് ഇപ്പോൾ വലിയേട്ടൻ കണക്കാക്കിയത്. എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോഴല്ലേ ഇപ്പോൾ ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ അപ്ലിക്കേഷനായിട്ട് വന്നത്. അപ്പോൾ ഭഗവാൻ മനസ്സിരുത്തി. ഇപ്പം എന്താ ഇപ്പോൾ പറയണ്ടോ ചോദിച്ചാൽ, നീയൊന്നും മനസ്സിരുത്തിക്കോളൂ അർജുന, എന്ന കാര്യം നടക്കുമെന്നും പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ ഒരു സ്വാമിയാര്
മഹാകേമനായി സ്വാമിയാരെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാമിയല്ല, ഒരു ഒന്നൊന്നര സ്വാമി. എന്താ നാഭ്യോളം താടി, ആ ജടയൊക്കെ ഇങ്ങനെ കണ്ട എന്താണെന്നറിയും, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ തേജസ്, മറ്റേ പൊടി ഇങ്ങനെ തേച്ചിട്ടേ നല്ല തേജസ്സാണ്, നല്ല തേജസ്വി. കയ്യിൽ ത്രിദണ്ഡം അങ്ങനെയൊക്കെ ഉണ്ട്, മറ്റേ ദണ്ഡ യോഗദണ്ഡ കമണ്ടലോ ഓട്ട ഉണ്ടെങ്കിലും കമണ്ടലും ഒക്കെ ഉണ്ട് കയ്യിൽ. എല്ലാ സമ്പ്രദായത്തിലും സ്വാമിയാര് ദ്വാരകയിലേക്ക് വന്നപ്പോഴൊക്കെ ബലഭദ്രസ്വാമി ചെന്ന് നമസ്കരിച്ചു. ആണ് അഭിവാദയേ ബലഭദ്രനാമഹമസ്മി ഭോ, വല്ലാത്ത ജാതം പോയി പോയത്, അങ്ങോട്ട് അഭിവാദ്യം ചെയ്ത്. അപ്പൊ ഈ സ്വാമിയാരെ പറയും ചെയ്തു, വത്സ, ഓ ആളെ മനസ്സിലായ വത്സനെ 3 കഷ്ണാക്കുവരെ. ഇന്ന് മനസ്സിലായില്ലേ, വത്സ എണീക്കൂ എന്നൊക്കെ പറഞ്ഞു. ബലഭദ്രസ്വാമി എണീട്ടോ, എന്നിട്ട് സ്വാമിയാരെ തൊഴുതിട്ട് പറഞ്ഞു, സ്വാമിയാരെ ഇവിടുന്ന് ഇവിടേക്ക് എഴുന്നള്ളിയത് അടിയങ്ങളുടെ ഭാഗ്യാണേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്, ഇവിടുന്ന് ചെവിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമിയാര് പറഞ്ഞു, ഉവ്വ പറഞ്ഞോളൂ, എന്താ ഇവിടുത്തെ മോഹം പറഞ്ഞോളൂ എന്നും പറഞ്ഞു. അത് കുറച്ചു ദിവസം ദ്വാരകയിലിരുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമിയാര് പറഞ്ഞു, നോമം അങ്ങനെ നിരീക്കണ്ട എന്നും പറഞ്ഞു. എങ്ങനെ, എന്ത് നിരീക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്ങനെയൊക്കെയാണ് സ്വാമിയാരന്മാരുടെ ഭാഷയാണ്. നോമം അങ്ങനെ നിരീക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്ന് പറഞ്ഞ മാതിരി കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ ഉപാസിച്ചിരിക്കാൻ നിരീക്കണോ, ഹൗ ഭാഗ്യയ്യേ എന്നൊക്കെ പറഞ്ഞ് തൊഴുതു. അങ്ങനെ സ്വാമിയാരെ വന്നിരുന്ന സമയത്ത് ഭദ്രസ്വാമി നല്ലോണം തൊഴണോ, സകലരും തൊഴണോ, നമസ്കരിക്കണോ. പക്ഷേ ഈ സ്വാമിയാരെ കാണാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം വന്നില്ല. സാധാരണ ഏത് സ്വാമി, പിച്ചക്കാരൻ സ്വാമി വന്നാൽ പോലും ആരൊന്ന് കാണാൻ പോവും, ഭഗവാൻ പോവാറുണ്ട്, ഒന്ന് അഭിവാദ്യം ചെയ്യാറൊക്കെ ഉണ്ട്. സ്വാമിയാരന്മാരെയൊന്നും അങ്ങനെ അപമാനിക്കാറൊന്നുമില്ല. പക്ഷെ ഈ സ്വാമി വന്നപ്പോൾ വലിയ തേജസ്വി ആയിട്ട് പോലും ആര് വന്നില്ല തൊഴാൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നില്ല. എന്താ കാരണം എന്നറിയോ? അതിന് കാരണമുണ്ട്. ഈ സ്വാമിയാരുടെ ദാറ്റ് ഈസ് സ്പോൺസേഡ് ബൈ, ഇതാരാ വെച്ച് പിടിപ്പിച്ച് ഇവിടെ നേരെ നിൽക്കണം, അവിടെ ഒന്ന് ഒട്ടട്ടെ എന്നവിടെ ഇപ്പോഴൊക്കെ തനി തിരിയണത്. അങ്ങനെ പിടിച്ച് നിർത്തി ഒട്ടിച്ച് വിട്ടത് ആരാണ്? സ്വാമിയാരാണ്. സ്വാമിയാരെ മനസ്സിലായില്ലേ? അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ വന്നില്ല. ഭഗവാൻ ഇഷ്ടണ്ട സ്വാമി ആരാണെന്ന് ബലഭദ്രസ്വാമിക്ക് മാത്രം അറിയില്ല. ബലഭദ്രസ്വാമി ഇങ്ങനെ ചിന്തിച്ചു, വലിയൊരു സ്വാമിയാര അവനവൻ്റെ ഇല്ലത്ത് വന്നിട്ട് നമ്മളങ്ങോട്ട് കഥയില്ലാണ്ട് വിട്ടാ ബദ്ധാവില്ലേ, എന്ത് ചെയ്യും? സ്വാമിയാരെ ഇവിടെ താമസിപ്പിക്കുക, കുറച്ച് ദിവസം ഇവിടെ താമസിപ്പിക്കുക എന്ന് നിരീക്ഷിച്ചു. എവിടെ ഇപ്പോൾ താമസിപ്പിക്കുക? സ്വാമിയാരാണെങ്കിൽ നല്ലോണം തേവാരമൊക്കെ ഉള്ള ആളാണ്, എപ്പോഴും തേവാരാണ്, സദായി ഉപാസന ചെയ്തുകൊണ്ടേ അദ്ദേഹത്തിന് എവിടെ അതിനനുസരിച്ച് 4-8 നോക്കിയിട്ട് താമസിപ്പിക്കണേ. നോക്കുമ്പം അന്തഃപുരത്തിൻ്റെ അടുത്തിരിക്കണേ ആ തേവാരക്കെട്ടുണ്ടല്ലോ 4-8 അവിടെ ആയിക്കോട്ടെ താമസം എന്നായി ഏർപ്പാടാക്കിയ. അന്തഃപുരം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക, കൊട്ടാരത്തിൽ ഈ പെണ്ണുങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്തുള്ള തേവാരക്കെട്ടിൽ അവിടെ താമസിപ്പിച്ചു. അപ്പൊ സ്വാമിയാരെ അവിടെ താമസിപ്പിച്ചപ്പോൾ ചിലരൊക്കെ പറയുകയും ചെയ്തു, സ്വാമിയാരെ ആണെങ്കിൽ ചെറുപ്പാണ്, സ്വാമിയാരെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ എടുത്ത് താമസിപ്പിക്കേണ്ട അത്ര ഗുണമാവില്ല എന്നൊക്കെ പറഞ്ഞു. ഏത് ലേഡീസ് ഹോസ്റ്റലിൽ? അന്തഃപുരത്തിൻ്റെ അടുത്തേ. സാരമില്ല, സ്വാമിയാരല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ സ്വാമിയാരെ അവിടെ സ്വാമിയാർ കുളി ദേവാരായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ ബലഭദ്രർ ഇങ്ങനെ ചിന്തിച്ചു, സ്വാമിയാരെ ഇപ്പം അദ്ദേഹത്തിന് അത്യാവശ്യമൊക്കെ പൂവെടുക്കാനും മാലയെടുക്കാനും വെള്ളം കൊണ്ടുപോയി കൊടുക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ അവിടെ ആൾ വേണ്ടി വരും. ഒരാൾ ആരെയെ നിർത്തുക? അതിപ്പോൾ നമ്മളെ പണിക്കാരത്തി നാണിക്കുട്ടി പറഞ്ഞ ആയപ്പോൾ നിൽക്കും അവിടെ, എന്താ അടിക്കാനും തുടയ്ക്കാനൊക്കെ. പക്ഷെ എന്താ വെച്ചുണ്ടോ, ഇത് ഇദ്ദേഹം സ്വാമിയാരെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തേവാരൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ഉപാസനാകാലം കഴിഞ്ഞ് മടങ്ങി പോകും. എന്ത് ചെയ്യും? ആ പണിക്കാരത്തി നാണിക്കുട്ടി അമ്മ അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ കൈ വെച്ചിട്ട് നന്നായി വരട്ടെ എന്ന് പറയും. അയമ്മ നന്നായി പിന്നെ ഇവിടെ പണിക്ക് ആളുണ്ടാവുമോ? അത് പോവില്ലേ. ഇവിടെ പിന്നെ ആരാ ഉണ്ടാവും അടിച്ചു കളിക്കാൻ? അത് വലിയ ബുദ്ധിമുട്ടാണ്. പണിക്കാരത്തിയുടെ കുടുംബത്തിൽ നന്മയുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് നന്മയുണ്ടാവുക പക്ഷെ എവിടെ ഉണ്ടാവണം? അവനവൻ്റെ കുടുംബത്തല്ലേ ഉണ്ടാവേണ്ടത്. അപ്പൊ ബലഭദ്രർ ചിന്തിച്ചു, എന്ത് ചെയ്യാം? കുട്ടിയപ്പോൾ കൊടുക്കാൻ വെച്ചതാ. ആരേ? അനിയത്തെ കുട്ടിയെ കൊടുക്കാനായിട്ടൊക്കെ തീരുമാനിച്ച് വെച്ചതാണേ, സുഭദ്രയെ കൊടുക്കാനല്ലേ. അപ്പം ആ പെൺകുട്ടി അങ്ങോട്ട് വിടാം സ്വാമിയാരുടെ അടുത്തേക്ക്. എന്നാൽ സ്വാമിയാരുടെ അടുത്താകുമ്പോൾ സ്വാമിയാരെ ശുശ്രൂഷിച്ച് സ്വാമിയാര് പോകുമ്പോൾ ഇതിൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ദീർഘ സുമംഗലീ ഭവ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താവോ എന്തൊരു ഭാഗ്യത. ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ അവിടെ അവനവൻ്റെ കുടുംബത്തേക്ക് ആയിക്കോട്ടെ അനുഗ്രഹം നിരീക്ഷിച്ചു. സുഭദ്രയെ വിളിച്ചു, ഭദ്രേ ഒന്ന് ത്രടങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. ഭദ്ര വലിയേട്ടൻ വിളിച്ചു, ഉവ്വേ ഇങ്ങോട്ട് വരിക. എന്താ വലിയേട്ടാ കാര്യം? എന്താ വെച്ചാലേ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സ്വാമിയാര് വന്ന് ഇവിടെ താമസാക്കി മഹാവിദ്വാനാണ് അദ്ദേഹം, സാധാരണക്കാരനൊന്നുമല്ല, ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ ഭഗവാനെ കണ്ട ആളാണ്. അതെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, കുട്ടി പോയിട്ട് അദ്ദേഹത്തെ നല്ലോണം ശുശ്രൂഷിച്ചോളൂ, മഹാവിദ്വാനാണ്, നോക്കി കണ്ട് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മഹാനാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വലിയേട്ടൻ പറഞ്ഞതല്ലേ. സുഭദ്ര എന്ത് ചെയ്തു? പിറ്റേന്ന് രാവിലെ വേഗം കൊടയൊക്കെ ഇട്ട് എങ്ങോട്ട് നടന്നു?
സ്വാമിയാരെ ശുശ്രൂഷിക്കാനായിട്ട് നടന്നു. സ്വാമിയാരെ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നു. ആ 4-8 തേവാരക്കെട്ട് ചെന്നു. സ്വാമിയാരെ കണ്ടപ്പോഴാണ് സുഭദ്രയ്ക്ക് എവിടെയോ എന്ത് നല്ല പരിചയണ്ടേ, നല്ലോണം നോക്കി മനസ്സിലാവണില്ല, നല്ല പരിചയണ്ട, തോജാതി താടിയാണ്. ഇപ്പൊ ചിലപ്പോ എന്താ വെച്ചാല് പണ്ട് കുംഭമേളയ്ക്ക് പോയപ്പോഴേ അവിടെ സ്വാമിയാരന്മാരൊക്കെ വരുമല്ലോ, അവിടെ നിന്ന് എങ്ങാനും കണ്ടതോ, വലിയേട്ടൻ്റെ കൂടെ തൊഴാൻ പോയപ്പോൾ കണ്ടതാവും നിരീക്ഷിച്ചു. അങ്ങനെ സ്വാമിയാരോട് വെച്ചാൽ വല്ലാത്ത ഭക്തി. സ്വാമിയാർക്കാണെങ്കിലോ സുഭദ്രയോട് വല്ലാത്തൊരു വാത്സല്യം, ഭക്തവാത്സല്യം. സ്വാമിയാരെ വെച്ചാൽ ഒന്നും കഴിക്കില്ലേ, അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും കഴിക്കില്ലേ, എന്തെങ്കിലും എടുത്തു കൊടുത്താലേ കഴിക്കുള്ളൂ. പണ്ട് സ്വാമിയാരെ വന്നപ്പോൾ ചോദിച്ചില്ലേ, ഒന്നും കഴിക്കില്ലേ ചോദിച്ചു. സ്വാമിക്ക് കുടിക്കാൻ പാലെടുക്കണോ അതോ പച്ചവെള്ളം വേണോ, എന്താ അവിടേക്ക് വേണ്ടത്, പച്ചവെള്ളമാണോ പാലാണോ വേണ്ടത് ചോദിച്ചു. അപ്പൊ സ്വാമി പറഞ്ഞു, വത്സ, നമുക്ക് പാലും പച്ചവെള്ളവും സമാണ്, പാലന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ എന്നോ? അങ്ങനത്തെ ആൾക്കാരുണ്ടോ? വലിയ ആൾക്കാരാണേ, അവർക്ക് സമയമായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് വലിയ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് ആചാര്യ സ്വാമി ആയതുകൊണ്ട് ചോദിച്ചു, സ്വാമി ഒന്നും കഴിക്കില്ലേ? ഈ സുഭദ്രയാണെങ്കിൽ എപ്പോഴും ഈ ഗുരുഭക്തി കാരണം സ്വാമിയാരുടെ കണ്ണിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. സ്വാമിയാരാണെങ്കിൽ ആ ശിഷ്യവാത്സല്യം കലശലാവുകൊണ്ട് ആ ശിഷ്യയുടെ കണ്ണിക്ക് തന്നെ ഇങ്ങനെ നോക്കി. രാവിലെ മുതലുള്ള തേവാരപ്പതാണ് അങ്ങനെയാണ്. അങ്ങനെ കഴിച്ചു കൂടുന്ന കാലത്ത് ഒന്നും കഴിക്കില്ലേ? അപ്പൊ ഈ സ്വാമിയാരെങ്കിൽ പാലും പഴവും നിർബന്ധിച്ചാൽ കഴിക്കും, അതും എടുത്ത് കഴിക്കൊന്നുമില്ല. സുഭദ്ര ഭക്തിയോടെ ഇങ്ങനെ ഓം നമോ എന്ന് പറഞ്ഞ് കൊടുക്കണം, എന്നാലേ അവർ വാങ്ങി കഴിക്കുള്ളൂ. സ്വാമിയാര് അങ്ങനെ ഈ സുഭദ്രയാണെങ്കിൽ സ്വാമിയാരോടുള്ള ഭക്തി കാരണം ഓരോ ദിവസം കൂടുമ്പോൾ ഈ ഭക്തി കൂടുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഴം ഇങ്ങനെ എടുക്കും, ഒരു സ്വാമിയാരുടെ കണ്ണിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് നല്ലോണം അങ്ങോട്ട് പൊളിച്ചിട്ട് ആ തൊലി സ്വാമിയാർക്ക് അങ്ങോട്ട് കൊടുക്കും, പഴം ആ കൊട്ടയിലേക്ക് ഇടും. സ്വാമിയാരത് ഇങ്ങോട്ട് വാങ്ങും, അങ്ങോട്ട് കഴിക്കും, പിന്നെയും പൊളിക്കും, എന്നിട്ട് തൊലി അങ്ങോട്ട് കൊടുക്കും, പഴം. അങ്ങനെ സ്വാമിയാരെ അയച്ച അങ്ങനെ അസാരം തൊലി ആര് തിന്ന് തീർത്തു? സ്വാമി തീർത്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സ്വാമി ചോദിച്ചു, സുഭദ്രേ, ഈ വാഴയുടെ കന്ന് എവിടെ കിട്ടും? ഏത് വാഴയുടെ? ഇപ്പൊ കഴിച്ച പഴത്തിന്റെ വാഴയില്ലേ, അതിൻ്റെ തൈ എവിടെയാ കിട്ടുകയെന്ന്. എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കണത്? നമ്മളെവിടെയെങ്കിലും പോയി വല്ല രുചിയുള്ള വല്ല പഴങ്ങൾ കഴിച്ചാൽ നമ്മൾ ചോദിക്കില്ലേ, ഇവിടെ കിട്ടുമോ, അതിൻ്റെ തൈ കിട്ടുമോ? എന്തിനാ ചോദിക്കണത്? കൊടിത്തൂവയുടെ തൈ കിട്ടുമോ ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും പോയിട്ട്. ഈ കൊടിത്തൂവ പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്താ ഇവിടേക്കാ പറയണേ? ചൊറിയാൻ തൂവയാ? ചൊറിയണം, അത് തൊട്ടാൽ നല്ലോണം ചൊറിയണം, സംശയമില്ല, ചൊറിയാണ്ട പറ്റില്ല. അതൊരു അങ്ങനെയല്ലേ? അതൊക്കെ നമ്മൾ ആരെയും വിത്ത് ചോദിക്കുമോ? പറമ്പിലുണ്ടെങ്കിൽ പറിച്ച് കളിയല്ലാതെ അത് ഏതിൻ്റെ വിത്താ നമ്മൾ ചോദിക്കുക? അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായി. അങ്ങനെ കുറേ തോല് കഴിച്ചു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വാഴയുടെ കന്ന് കിട്ടുമെന്നും ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് രസം കിടക്കണത് പഴത്തിലും പപ്പടത്തിലും പായസത്തിലും ഒന്നുമല്ല കിടക്കണത്. രസം എവിടെയാണ് കിടക്കണത്? അവനവൻ്റെ മനസ്സിലാണെങ്കിൽ ഇഷ്ടമുള്ളവരെ നമുക്ക് ഇനിയിപ്പോൾ എന്ത് തന്നാലും നല്ല രസമാണ്, ഇഷ്ടമില്ലാത്തവർ എന്ത് തന്നാലും നമുക്ക് ഇഷ്ടമുള്ളവർ ഇനിയിപ്പോൾ എന്ത് അന്തല്ലാത്ത സാധനം തന്നാലും നമ്മളിങ്ങനെ രസമായിട്ട് കഴിക്കും. നല്ല കയ്പുണ്ടെന്നാലും തന്നവനോടുള്ള രസം കാരണം രസിച്ച് കരയ്ക്കും. അമ്മ രാവിലെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി വെച്ച ഉച്ചയ്ക്ക് ഉണ്ണാനേ വിളമ്പി, എന്താ ഇങ്ങനെയാ കൂട്ടാൻ ഉണ്ടാക്കുക? അമ്മയ്ക്ക് പുളി ഊത്തി കൂട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്ന് കഴിക്കുക നിർബന്ധിച്ചു. എന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് നമ്മൾ യേശു ഇങ്ങനെ പരിഭവം പറഞ്ഞ് ഉണ്ണി എപ്പോഴും ഇങ്ങനെ പരിഭവം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടിട്ട് നേരെയാവാത്തത് എന്നൊക്കെ പറഞ്ഞ് അമ്മയും കുറച്ച് പറഞ്ഞു, അന്തല്യായൊക്കെ പറഞ്ഞ് അമ്മോട്. എന്നിട്ട് നമ്മൾ എണീറ്റ് പോവുകയും ചെയ്തു. പിന്നെ വൈകുന്നേരമായപ്പോൾ അമ്മ അമ്പലത്തേക്ക് പോയില്ല, അമ്പലത്തിൽ വിശേഷമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയി. വൈകുന്നേരം പിന്നെ വിളമ്പിയത് ഭാര്യ വിളമ്പിയപ്പോൾ എന്ത് ചെയ്തു? ചോറും വിളമ്പി, ഉച്ചത്തെ തനത്ത കൂട്ടാനും വിളമ്പി. ചോദിക്കും, അമ്മൂട്ടിയെ നിൻ്റെ കൈ പുണ്യം, നീ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് എന്ത് അർത്ഥം ഏതാണ്ടൊക്കെ മനസ്സിലായില്ലേ? അത്രയും മതി. അപ്പൊ ഈ രസം കിടക്കണത് കാളനിലോ ഓലനിലോ അവിയലിലോ ഒന്നുമല്ല. മനസ്സിലാവില്ലേ കുറേശ്ശൊക്കെ? അതങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു സത്യ പറഞ്ഞത്. അപ്പൊ ഈ പശു തൊഴുത്ത് കൊണ്ടുപോകണം, ഇത് തോല് മുഴുവൻ സ്വാമിയാര് തിന്നു. പഴം കൊണ്ടുപോയിട്ട് ആ വേസ്റ്റ് ബോക്സിന് കൊണ്ടുപോയി തൊഴുത്തിലെ പശുവിന് നോക്കും. പശു വെച്ചാൽ ഈ പഴം ഇങ്ങനെ തിന്നിട്ടേ പശു ഇങ്ങനെ ചിന്തിച്ചു. അത്ഭുതമായി പശുവിന്. മൂക്കത്ത് വിരൽ വെക്കണം എന്നുണ്ടായിരുന്നു, വിരലില്ലായോണ്ട് വെച്ചില്ല. പശു ചിന്തിച്ച്, പണ്ടൊക്കെ ഒരു കായ പഴം കഴിക്കണം എന്ന് മോഹിച്ച കാലുണ്ട്, ഒരു
പഴത്തൊലി കിട്ടാനായിപ്പോയി മോഹം. ആരാ അതൊക്കെ തിന്ന് തീർക്കണതാവും അകത്ത്? പശു ചിന്തിച്ചു. ആ സ്വാമി ആരാന്ന് പശുവിനും അറിയില്ലല്ലോ. അങ്ങനെ അസാരം തൊലി തിന്ന് 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 ഒരു ദിവസം കേട്ടു, സ്വാമി ആരെ കാണാനില്ല എന്ന് കേട്ടു. കൂട്ടത്തെ കേട്ടു സുഭദ്രേ. എന്ത് കാണാനില്ല എന്ന് തന്നെ? അയ്യേ, ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ബലഭദ്രസ്വാമിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അദ്ദേഹം അങ്ങോട്ട് എന്താ അവിടെ വിട്ടും വിളിച്ചപ്പാടും കേമല്ലേ ഒച്ചപ്പാടും ബഹളും ഒന്നും പറയണ്ട, തന്നെ ലഹള. അപ്പൊ ഭഗവാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഏട്ടൻ്റെ ഒച്ചപ്പാടൊക്കെ കേൾക്കണ്ട, അങ്ങോട്ട് പോയത് തന്നെ ഇല്ല. കുറെ കഴിഞ്ഞൊരു ഉച്ച തിരിഞ്ഞൊരു 3, 3:30, 4 മണിയായപ്പം ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു, ഒച്ചപ്പാടും ബഹളമൊക്കെ ഒന്ന് കുറഞ്ഞപ്പം ഭഗവാൻ മെല്ലെ ചെന്ന് ചോദിച്ചു, എന്താ വലിയ ഏട്ടാ ഇവിടെ ഒരു ഒച്ചപ്പാട് കേട്ടത്? എന്താ ഓടിന്റെ മുകളിലേക്ക് ഒലട മടൽ വീണു ചോദിച്ചു. ബഹളം. ഉണ്ണേ അറിഞ്ഞില്ലേ? ഉണ്ണേ അറിഞ്ഞില്ലേ? ഇല്ല, എന്തുണ്ടായി? നമ്മുടെ സുഭദ്രയെ ആ അർജുനൻ കെട്ടുകൊണ്ടുപോയി. ഏട്ടാ മെല്ലെ പറയാം, അടുത്ത വീട്ടുകാരെ കേട്ട മോശല്ലേ? ഉണ്ടോണേ അർജുനനാ കൊണ്ടുപോയത്. ഹാവു, അപ്പൊ ഉണ്ണി അതിന്റെ പിമ്പിലില്ലേ ചോദിച്ചു. ഞാൻ മുമ്പിലും പിമ്പിലൊന്നുമില്ല, ഞാൻ മാളികേമ്പിലറിഞ്ഞു, അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഏട്ടന്റെ ഒച്ചപ്പാട് കേട്ടപ്പോ വന്നതാ. അവനെ കൊല്ലട്ടെ, അവനെ വെട്ടട്ടെ, കൊല്ലണ്ടേ? ആരെ? അർജുനനെ. സഹിക്കണില്ല ബലഭദ്രസ്വാമിക്ക്. അപ്പം ഭഗവാൻ പറഞ്ഞു, എന്താ ഏട്ടാ ഈ ഒച്ചപ്പാടുണ്ടാക്കി, ഇനി അങ്ങോട്ട് പറയിപ്പിക്കണ്ട. എന്താ കാരണം? അർജുനനല്ലേ നമ്മുടെ ഏട്ടനൊരു കാര്യം ചെയ്യും. ഞാനൊരു കാര്യം പറയാം. ഇന്നിപ്പം ഇല്ലേ പെൺകുട്ടികളുള്ള അച്ഛന്മാര്, അനിയത്തിമാരല്ലേ ഏട്ടന്മാര്, ഇവരൊക്കെ അനിയത്തിമാരായിക്കോട്ടെ അവനവന്റെ പെൺകുട്ടികളായിക്കോട്ടെ ആർക്ക് കൊടുക്കണം എന്നാ മോഹിക്കണത്? തരാവില്ലെങ്കിലും അർജുനന് കൊടുക്കണം എന്നല്ലേ അവർക്ക്. എന്നിട്ട് തരാവുണ്ടോ? ഇല്ല. ഇപ്പൊ അർജുനനാശാൽ ഇവിടെ വന്നോ, നമ്മുടെ അനിയത്തിയെ കുട്ടി ഇഷ്ടായി, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടായി വെച്ചാൽ നമ്മൾക്കൊരു ഐശ്വര്യം. ഏട്ടനെന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നുമില്ലേലും നമ്മുടെ അർജുനൻ നമ്മുടെ അച്ചോളുടെ മകനല്ലേ? അല്ല അതെ, എന്നാലും അവൻ ഏട്ടനൊന്ന് ആലോചിച്ചു നോക്കൂ. അവന്റെ ഒരു മിടുക്ക്, പ്രശസ്തി, പേര്, ഇങ്ങനെയുള്ള ബന്ധുക്കളല്ലേ ഏട്ടാ ഉണ്ടാവേണ്ടത്? അല്ല അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രാമേട്ടൻ അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാവും, പിടിവാശി. ക്ഷക്കാരനാണെങ്കിൽ ആള് കാര്യം പറ. അങ്ങനെ സുഭദ്രയും അർജുനനെയും വിളിച്ചു വരുത്തി, ദ്വാരകയിൽ വിളിച്ചു വരുത്തി വിധി പോലെ വിവാഹം ചെയ്തു കൊടുത്തു എന്നാ പറയുക. അതിന് ഈ സുഭദ്രയെ കൊണ്ടുപോണ കാര്യത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മൗനാനുവാദം ഉണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും മൗനാനുവാദം ഉണ്ട്. ആരുടേതേ ഇല്ലായുള്ളൂ? വലിയേട്ടൻ്റെ ഉള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞ് മുഷിക്കേണ്ട അച്ഛൻ ആരും മിണ്ടിയതുമില്ല. ഇങ്ങനെ ഏതുകൊണ്ട് കാര്യം നേരെയും ചെയ്തു. പിന്നെ സുഭദ്രയെ ഭഗവാന്റെ അനുവാദത്തോട് കൂടിയിട്ട് ഭദ്രസ്വാമിനെ എന്ത് ചെയ്തു? അർജുനനെ വിവാഹം ചെയ്തു കൊടുത്തു. ഈ കൂട്ടത്തിലെ ഇവിടെ ഒന്നും പറഞ്ഞ കഥയല്ല കേട്ടോ, ഇവിടെ പറഞ്ഞു എന്ന് പോയി എവിടെയും പോയി പറയണ്ട. അങ്ങനെ ആളുകൾ ഇല്ലാത്തുള്ളതൊക്കെ കൂട്ടി പറയും. നമ്മളിടയ്ക്ക് ഓരോന്ന് പറയുന്നത് പുറത്തുള്ളത് പുറത്തേതാണ്, അകത്തേതാന്ന് തന്നെ പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എന്താണെന്നാണെങ്കിൽ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടൊരു കഥ എന്താ വെച്ചാൽ, ഈ സുഭദ്രയെ അർജുനൻ കൊണ്ടുപോകുന്ന സമയത്ത് തേരിൽ കയറ്റി അപഹരിച്ച് കൊണ്ടുപോകുമ്പം യാദവന്മാരെ കുറച്ച് പേര് എതിർത്തു. എന്താ കാരണം? ഇവിടുത്തെ പെൺകുട്ടിയാണല്ലോ, അതിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ എന്തായാലും അവരെ എതിർക്കില്ലേ? ദ്വാരകയിലുള്ളവർ കുറേ പേര് എതിർത്തു. യാദവന്മാരെ എതിർത്ത് യുദ്ധം ചെയ്യാൻ വന്ന സമയത്ത് അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ അവരോട് യുദ്ധം ചെയ്യലൊക്കെ ഉണ്ടായി. പക്ഷെ എന്താ ബുദ്ധിമുട്ട് ചോദിച്ചാൽ, വണ്ടി ഓടിക്കണം, യുദ്ധം ചെയ്യും വേണം. വണ്ടി ഓടിക്കും വേണം, യുദ്ധം ചെയ്യും. അർജുനൻ പിന്നെ 2 കൈ കൊണ്ടും മിടുക്കനായതുകൊണ്ട് സവ്യസാചി എന്ന് കേട്ടിട്ടില്ലേ? പണ്ടിങ്ങനെ സവ്യസാചി പറഞ്ഞ പാരാ, സവ്യസാചി ഇല്ലേ തിരുമേനി, സവ്യഷാജിയെ ഒന്നും പറഞ്ഞു. സവ്യഷാജിയല്ല, സവ്യസാജിയെ. ഇന്ന് സവ്യസാജിയെ പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും ഒരുപോലെ അമ്പയക്കാൻ പ്രാപ്തിയുള്ള ആളെന്ന്. നമുക്കൊക്കെ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും ഒരു പണിയെ പറ്റുള്ളൂ. അതായത് ഉച്ചയ്ക്കുള്ള സാമ്പാർ കൂട്ടിയിട്ടുള്ള പണി. അത് വലത്തെ കൈക്ക് വയ്യണ്ടേ? വേറെ ഒന്നും നമുക്ക് ഇടത്തെ കൈകൊണ്ട് സൂചിയുടെ നൂലൊന്ന് കുറക്ക് വെക്കാനട്ടെ, നല്ല കാര്യം. വലത്തെ കൈകൊണ്ട് തന്നെ പോയി കുറക്കാൻ പറ്റില്ല. നമുക്ക് അത്രയ്ക്ക് സൂക്ഷ്മതയൊന്നും ഇല്ല, ഒരു കൈക്ക് സൂക്ഷ്മതയുള്ളൂ. അങ്ങനെ പൊതുവേ പതിവിന് 2 ഉള്ളവരുണ്ടോ ശല്യം? അതെ, പൊതുവേ ഇല്ല. അതാണ്. അപ്പം അർജുനൻ 2 കൈയിലും എന്തുണ്ട്? പ്രാഗൽഭ്യമുള്ള ആളാണേ. അങ്ങനെ മിടുമിടുക്കനാണ്. ആ മിടുമിടുക്കോടെ ഒരു കൈ കൊണ്ട് ധൈര്യം തെളിക്കണം, ഒരു കൈ കൊണ്ട് അമ്പയക്കണം. അങ്ങനെ അർജുനൻ കുറച്ച് പാടുപെടുന്നത് സുഭദ്ര ഇങ്ങനെ കണ്ടു. സുഭദ്ര വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എണീറ്റിട്ട് അർജുനോട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, അങ്ങ് ഫൈറ്റ് ചെയ്തോളൂ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്നും പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് അർജുനൻ നിന്നു. വണ്ടി ഓടിച്ചത് ആരാന്നറിയോ? സുഭദ്ര. സുഭദ്ര എങ്ങോട്ടാ വണ്ടിക്ക് കയറിയിരുന്നു, വണ്ടി അങ്ങോട്ട് ഓടിച്ചു. എന്താ സുഭദ്രയുടെ ഡ്രൈവിങ്! വെരി വെരി സ്മൂത്ത് ഡ്രൈവിങ്. ഡ്രൈവിങ് അസലായി, കേമായി, ഗംഭീരമായി എന്നവനൊന്നും തോന്നില്ല. ഇപ്പൊ തോന്നിയില്ലേ? എന്താ ജാതി ഓടിക്കല, നല്ല ജാതി. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തെറ്റിദ്ധരിക്കാൻ അന്തല്ലാണ്ട് ആവാനും പറഞ്ഞതല്ല. സുഭദ്രയ്ക്ക് നല്ല നല്ല കഥയുള്ള കുട്ടിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനിയത്തിയാണേ.
ഭഗവാൻ നല്ല ഡ്രൈവറാണല്ലോ. അർജുനന്റെ തേരൊക്കെ ആ കാട്ടടൊഴി കൂടി കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതല്ലേ, എന്ത് ഖേമായിട്ടാണ് ഓടിച്ചത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കുട്ടിക്കാലത്ത് ഈ അനിയത്തി കുട്ടികൾ പിന്നെ വലിയേട്ടന്മാരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനെ കൂടെ നടന്ന് വണ്ടിയൊക്കെ ഓടിക്കാൻ കുട്ടിക്കാലത്ത് തന്നെ വലിയേട്ടന്റെ മടിയിലിരുന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ ചെറിയേട്ടന്റെ മടിയിലിരുന്നിട്ടും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ച കുട്ടിയാ. പിന്നെ 18 വയസ്സായപ്പോൾ മറ്റേത് അങ്ങോട്ട് വാങ്ങി കൊടുത്തു. ഇപ്പൊ ഹെവി പ്രാക്ടീസ് ചെയ്യുക. എന്ത് ഹെവി? പാണ്ടിലോറി ഓടിക്കാനേ. പറഞ്ഞതിൻ്റെ അർത്ഥം ചിരിക്കാനായിട്ട് പറഞ്ഞതല്ല ഇത്. അതെന്താ വെച്ചാലേ, പണ്ട് നമ്മുടെ സത്യഭാമ എന്ന് കേട്ടിട്ടുണ്ടോ? ഭഗവാന്റെ ഭാര്യ സത്യഭാമ മഹാമിടുക്കിയായിരുന്നു. തൻ്റെ അച്ഛനെ നോക്കൂ, ഒന്നൂല മറ്റൻ ശതധന്വാവ് അച്ഛനെ കൊന്ന വർത്തമാനം നോക്കൂ. അന്ന് ഹസ്തിനപുരത്താണ് ആരിയിരിക്കണത്? ഭഗവാൻ. ഹസ്തിനപുരത്ത് പോയി തേരോടിച്ചു പോയി ഭഗവാനെ സുഭദ്ര അറിയിച്ചു അത്രേ. ഒന്നും ഇവിടെ പറഞ്ഞതല്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. സുഭദ്രയെ സ്വന്തം വണ്ടി എടുത്ത് സ്വയം ഓടിച്ചു പോയിട്ടാണ് ആരെ അറിയിച്ചത്? ഭർത്താവിന് അച്ഛൻ മരിച്ച വർത്തമാനം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വർത്തമാനം കേട്ട വല്ലവരും വേണ്ടപ്പുറത്തോട്ട് വയ്യാണ്ടേ ചെയ്യുന്നു, മരിച്ചു എന്നൊക്കെ കേട്ടാൽ നമ്മൾ വണ്ടി ഓടിച്ചാൽ വണ്ടി റോഡുമ്പിൽ കൂടി പോവോ അതോ പാടത്തെ വരമ്പത്തിൽ കൂടി പോവോ? വണ്ടി റോഡുമ്പിൽ കൂടി പോവോ? അത് ആളം തെറ്റി കഥയില്ലേണ്ട വല്ലക്കിലേക്കൊക്കെ കയറി പോവില്ലേ? നമുക്കത് മനസ്സ് ഏകാഗ്രാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സത്യഭാമ പറഞ്ഞതിൻ്റെ സാരം എന്താ ചോദിച്ചാൽ, പഴയ കാലത്തെ പെണ്ണുങ്ങളൊന്നും നമ്മൾ വിചാരിച്ച മാതിരി ചവലിയും ചണ്ടിയൊന്നും ആയിരുന്നില്ല. എന്താണെന്നറിയോ? നല്ല പ്രാപ്തിയുള്ള സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ ഇടയ്ക്ക്. നോക്കൂ, ഇപ്പൊ സത്യഭാമ ആയിക്കോട്ടെ, ഈ സുഭദ്ര ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ എല്ലാവരും നല്ല തൻ്റെ ഇടക്കാരികളായിരുന്നു. അല്ലാതെ നമ്മൾ വിചാരിച്ച മാതിരി ഇങ്ങനെ ആടിക്കൊഴഞ്ഞ് വടി വീണ് അതൊന്നുമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മളൊരു മാതൃകയായിട്ട് നമ്മുടെ ഇടയിൽ കൂട്ടിപ്പിടിക്കേണ്ടത്. എന്താ വെച്ചാൽ പ്രാപ്തി ആണായാലും പെണ്ണായാലും എന്ത് വേണമെന്നല്ലേ? പ്രാപ്തി. അല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, അയ്യോ ആ മട്ട ആവാൻ പാടില്ല എന്നാണ് അല്ലേ? ഒരു ഉള്ളുറപ്പ് അതാർക്കും വേണം. ജീവിതത്തിൽ മുമ്പിലേക്ക് പോകണമെങ്കിൽ ആണായാലും പെണ്ണായാലും എന്ത് വേണം? ഉള്ളിലൊരു ഉറപ്പ്. ചോദിച്ചൊക്കെ പഴയ മുത്തശ്ശിമാരോടൊക്കെ അവർ പറഞ്ഞൊരു ഉള്ളുറപ്പിൻ്റെ കഥ. ആ ഉള്ളുറപ്പോടാണ് അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. ചിലപ്പോൾ പലപ്പോഴും പല ജാതി കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ജീവിതത്തിലൊക്കെ വന്നിട്ടും മരത്തിൻ്റെ മുകളിലേക്ക് കയറാതെയും കുളത്തേക്കും കിണറ്റിക്കൊന്നും പുറപ്പെടാതെ അവരിപ്പോഴും നീന്തി തുഴഞ്ഞ് കരയടുപ്പിക്കാറായി. അത് ആ കരയടുപ്പിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ജീവിതം ഒരറ്റയ്ക്ക് അതൊക്കെ വലിയ പ്രാപ്തിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ചും വർത്തമാനം പറഞ്ഞും നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവിതാനുഭവങ്ങൾ അവരുടേതാണെങ്കിലും കേട്ടിട്ടെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിനെ ഉറപ്പിക്കാൻ എടുക്കണം. ചിലതൊക്കെ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളൊക്കെ വെച്ചാൽ അപ്പോഴേക്ക് ഒരു 5-6 തവണ ചത്തിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും ശരിയല്ലേ? ഇപ്പോൾ ഓരോ ദിക്കിൽ ഈ ആളുകൾ ആത്മഹത്യക്ക് പോകണം, ഇതിനെ പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ അയ്യോഭാവം പറയും. അങ്ങനെ ഒരു സ്ഥിതി വരാണ്ടിരിക്കാനാണ് എന്ത് ചെയ്യണത്? ആവണ കാലത്ത് ഉള്ളിൽ നല്ല ഉറപ്പുണ്ടാക്കണം. പല ജാതി പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവും. എന്നും ഒരുപോലെയൊന്നും ആവുമോ? ആവില്ല. എന്തൊക്കെ ജാതി നമുക്കറിയാൻ പറയാൻ പറ്റും. എന്താ എപ്പോഴാ എങ്ങനെയാ വരിക ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം തളർന്നു പോവാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ കഷ്ടപ്പാടുണ്ടാവുന്ന സമയത്ത് തളർന്നു പോവാണ്ടിരിക്കണമെങ്കിൽ നല്ല സമയത്ത് നമ്മൾ ഉള്ളിൽ നല്ലോണം ഈ പ്രാപ്തി ഉണ്ടാക്കി വെക്കണം. എന്നാൽ ഇതിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഇന്നലെയോ മിനിയൊന്നും ഉണ്ടതിൻ്റെ ശക്തി കൊണ്ട് ഇന്ന് നടക്കണത്. ഇന്നുണ്ടതിൻ്റെ ശക്തി അല്ലത് അല്ല, ഇന്നുണ്ടത് നാളേക്ക് ശക്തിയാവും. അതിപ്പോൾ ദഹിച്ച പോഷകാംശമായിട്ട് ശരീരത്തിലൊക്കെ ചെന്നാലല്ലേ ശക്തിയാവുള്ളൂ. ഇപ്പോൾ മുമ്പ് സൂക്ഷിച്ചു വെച്ചതിൻ്റെ പ്രഭാവം കൊണ്ട് ഇന്നും ഇന്നത്തേതുകൊണ്ട് നാളെയും. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് മുൻകൂട്ടി ശക്തി ആർജിച്ചു വെക്കണം എന്നാ പറഞ്ഞത്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും വേണം, എന്നാലേ ജീവിതത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ. സുഭദ്രയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താ വെച്ചാൽ ഈ കാലത്ത് നോക്കൂ, മിഥില രാജ്യത്ത് ബഹുളാശ്വൻ എന്ന് പറഞ്ഞൊരു രാജ്യവും ഉണ്ടായി, ശ്രുതദേവൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനും ഉണ്ടായി. ഇവർ രണ്ടാളും നല്ല ഭക്തന്മാരായിരുന്നു. അവരെന്താ ചെയ്തു വെച്ചാൽ ഭഗവാനെ നല്ലോണം അനുസരിച്ച് ഭജിച്ചിരിക്കണ കാലത്ത് ഒരിക്കലും ഭഗവാൻ വന്നപ്പോൾ രണ്ടാളും നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ശ്രുതദേവൻ വെച്ചാൽ അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ ഇല്ലത്തേക്ക് വരണേ, ഒരു ദിവസം സൽക്കാരം സ്വീകരിക്കാൻ വരണേ എന്നും പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഒരു ദിവസം എൻ്റെ കോലത്തേക്കും വരണേ എന്ന്. രണ്ടാളും കൂടി ഒരേ സമയം തൊഴുതപ്പം ഭഗവാൻ എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ടേ ഭഗവാൻ എന്ത് ചെയ്തു? ഒരേ സമയം 2 ദിക്കിലും ചെന്ന് 2 കൂട്ടരെയും അനുഗ്രഹിച്ചു എന്നാ പറയാ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നാണെങ്കിൽ അത് പ്രത്യേകം മനസ്സിരുത്തണം. നോക്കൂ, ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ കുടിലേക്കും വരും, കൊട്ടാരത്തിലേക്കും വരും. ഭക്തി ഇല്ലെങ്കിൽ എവിടേക്കും വരില്ല. ധനികനാണോ ദരിദ്രനാണോ എന്നതല്ല വിഷയം. പിന്നെന്താണ്? ഭക്തി ഉണ്ടോ, ഹൃദയം ശുദ്ധാണോ എന്നാ നോക്കുക. ശുദ്ധാണോ ഹൃദയം? ആര് വരും? ഭഗവാൻ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
ഹൃദയത്തെ ശുദ്ധാക്കി തുടച്ചു വെടുപ്പാക്കി കാമക്രോധലോഭമോഹമത് മത്സര്യാദികളായ അഴുക്ക് ഇല്ലാത്ത വിധത്തില് തെളിച്ച് വെച്ചാൽ ആര് വരും? ഭഗവാൻ സദ്യോ ഹൃദ്യ വരുധ്യത, ഉടനെ വന്ന് അവിടെ ഇങ്ങോട്ട് കയറി കൂടും. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക. അപ്പൊ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചോദിച്ചു, ഇതൊക്കെ കേട്ടപ്പം പരീക്ഷിച്ച് ചോദിച്ചു, ചെറിയൊരു സംശയം ഉണ്ടോ ഗുരുനാഥ? അതായത് ഇപ്പൊ നമ്മൾ ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നത് മനസ്സിലായി. വേദങ്ങൾ എങ്ങനെയാ ഭഗവാന്റെ മഹിമ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്? വേദങ്ങളിലെ ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്? അപ്പൊ വേദത്തില് ഭഗവാന്റെ സമ്പ്രദായം എങ്ങനെയാന്ന് ചോദിച്ചപ്പം, പറയുന്ന സമ്പ്രദായം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. വേദത്തിൽ എങ്ങനെയാ ചോദിച്ചാൽ നേതി 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 എന്നുള്ള സമ്പ്രദായത്തിലാ പറഞ്ഞത്. നേതി നേതി പറഞ്ഞാൽ ഇതല്ല ഇതല്ല ഇതല്ല. എന്താ ഇതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, നോക്കൂ, പഞ്ചഭൂതങ്ങളല്ല, പഞ്ചതന്മാത്രകളല്ല, പഞ്ചകർമ്മേന്ദ്രിയങ്ങളല്ല, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളല്ല, പഞ്ചപ്രാണനല്ല, അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ എന്താണോ ശേഷിക്കുക? ആ നിഷേധ ശേഷനാണ് ഭഗവാൻ എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. 5 കിലോ ഓട് കൊണ്ടുവന്ന് ഉരുക്കിയിട്ടൊരു വിളക്ക് വാർത്തു. ഇപ്പം നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളക്ക് ഉരുക്കിയിട്ടൊരു കിണ്ടി വാർത്തു. പിന്നെ കിണ്ടി ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഉരുളി വാർത്തു. പിന്നെ ഉരുളി ഉരുക്കിയിട്ട് ഒരു ചട്ടുകം വാർത്തു. ചട്ടുകം ഉരുക്കിയിട്ട് ഒരു കിണ്ണം വാർത്തു. എന്നിട്ട് ഒടുക്കം ഉരുക്കിയിട്ട് ഒരു മൂലയിൽ അവിടെ വെക്കുകയും ചെയ്തു, ഉരുട്ടിയിട്ട്. ഇപ്പം എന്തുണ്ടായത്? അപ്പം ആ ഉരുള, ആ ഓടിൻ്റെ ഒരു ഉരുളയിൽ ഇരിക്കണോ? ആ ഉരുളയിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? വിളക്കല്ല, കിണ്ണല്ല, കിണ്ടിയല്ല, ചട്ടുകം അല്ല. അതെന്താണ്? ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്തുണ്ടാവും? ഈ ഓടന്നെയല്ലേ കിണ്ടിയായപ്പോഴും അതിലുള്ളൂ, കിണ്ണായപ്പോഴും 5 കിലോ ഓടന്നെയല്ലേ, ഉരുളിയായപ്പോഴും 5 കിലോ ഓടന്നെയല്ലേ, ചട്ടകായപ്പോഴും 5 കിലോ ഓടന്നെയല്ലേ? ശരിയല്ലേ ഇത്? അപ്പം നമ്മൾ എന്തിനാ പിന്നെ എന്ന് മാറ്റിയത്? രൂപങ്ങൾ മാറുമ്പം 5 കിലോ ഓടൻ്റെ രൂപം കിണ്ടിയുടേതാവുമ്പം എന്ത് പറയും? കിണ്ടി എന്നുള്ള പേരിൽ പറയും. 5 കിലോ ഓടിൻ്റെ രൂപം ഉരുളിയുടേതാവുമ്പം ഉരുളി എന്ന് പറയും. 5 കിലോ ഓടിൻ്റെ രൂപം ചട്ടകത്തിൻ്റെ ആവുമ്പം ചട്ടകം എന്ന് പറയും. 5 കിലോ ഓടിൻ്റെ രൂപം കിണ്ണത്തിൻ്റെ ആവുമ്പം കിണ്ണെന്ന് പറയും. അപ്പം നമ്മൾ പേര് പറഞ്ഞത് ആ വസ്തുവായ ഓടിനാണോ അതോ രൂപമായ കിണ്ണത്തിനാണോ, കിണ്ടിക്കാണോ, ഉരുളിക്കാണോ? ഈ 5 കിലോയിൽ ഉണ്ടാവുന്ന രൂപമാറ്റങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കിണ്ണം, കിണ്ടി, ഉരുളി എന്ന് പറയുന്നത്. കിണ്ണാവുമ്പോൾ എന്ത് സ്വർണ്ണാവണുണ്ടോ? കിണ്ടി ആവുമ്പം ഇത് പിച്ചളയാവണുണ്ടോ? ചട്ടകാവുമ്പം ഇത് വെള്ളിയാവണുണ്ടോ? ഓടന്നെയാണത്. എന്ത് തന്നെ ചെയ്താലും 5 കിലോ ഓടന്നെയാണ് ഈ രൂപം മാറി വരുന്നത്. അപ്പൊ ഏത് രൂപത്തിലാണോ വരണത് ആ രൂപത്തിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? പറഞ്ഞോളൂ. പേര് കൊടുക്കണത്. വസ്തുവിനല്ല. വസ്തു വെച്ചാൽ എന്താണത്? ഓടല്ലേ വസ്തു. അത് ഏത് രൂപത്തിലിരുന്നാലും 5 കിലോ ഓടന്നെയല്ലേ വസ്തു. പക്ഷെ ആ വസ്തുവിന്റെ പേര് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ എന്തിന്റെ പേരാ പറയുക? രൂപത്തിന്റെ പേര്. രൂപം മാറുമ്പം എന്തും മാറും? പേരും മാറും. രൂപം പേരും മാറ്റി നിർത്തിയാൽ എന്ത് ശേഷിക്കും? എന്ത് ശേഷിക്കും? വസ്തു ശേഷിക്കും. എന്താണ്? രൂപവും പേരും മാറിയാൽ വസ്തു ശേഷിക്കും. ഈ വസ്തുവില് നമ്മൾ ആരോപിക്കുന്നതാണ് എന്ത്? ഈ വസ്തുവിൽ നമ്മൾ ആരോപിക്കുന്നതല്ലേ രൂപം, ഇല്ലേ? ഉരുളിയില് ഓടെവിടെയാ? ഉരുളിയിൽ എവിടേക്ക് ഓടുണ്ട്? അടിയിലും പക്കത്തുവാ. ഉരുളിയിൽ എവിടേക്ക് ഓടുണ്ട്? ഓടന്നെയാണ് ഉരുളി. ഓടല്ലാത്ത ഉരുളിയില്ല. ഉരുളി ഇല്ലാതെ ഓടുമില്ല. ഓടന്നെയാണ് ഉരുളി. ശരിയല്ലേ ഇത്? അപ്പൊ ഉരുളി എന്ന് പറഞ്ഞ അർത്ഥം ആ ഓടില് നമ്മൾ എന്ത് കൽപ്പിച്ചതാണ്? ആരോപിച്ചതാണ്. എന്ത്? ഓടിൻ്റെ അതിൽ നമ്മൾ ഉരുളിന്ന് ആരോപിക്കുകയല്ലേ ചെയ്തത്? ഉരുക്കുമ്പോൾ അത് മാറിയിട്ട് വേറെയാണ്. ഈ സ്വർണത്തിൻ്റെ ആയാലും ഇതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപമാണ്. ആ ഭഗവത് സ്വരൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അജ്ഞാന ദൃഷ്ടി കൊണ്ട് ഓടില് കിണ്ണം, കിണ്ടി എന്നൊക്കെ പറയും പോലെ പ്രപഞ്ചത്തിൽ വീട്, മരം, പാറ, കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ ഇതൊക്കെ എന്താണ്? അഖണ്ഡം, സച്ചിദാനന്ദം, അവാങ്മനസഗോചരം, ആത്മാനം, അഖിലാധാരം. അതാണ് സാധനം. പക്ഷെ നമ്മളതൊന്നും അറിയണില്ല. ഇതാണ് വേദത്തിൻ്റെ ഒരു ശൈലി. മാറ്റി നിർത്തി അപ്പൊ എന്ത് മാറ്റണം? കിണ്ണല്ല, കിണ്ടിയല്ല, വിളക്കല്ല, ഉരുളിയല്ല എന്ന് മാറ്റി നിർത്തിയാൽ ഓട് ശേഷിക്കും പോലെ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, എന്തല്ല, പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചപ്രാണനും അല്ല എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നതാണ്
ഭഗവാന്റെ മഹിമ. ഇതാണ് വേദങ്ങളുടെ ശൈലി എന്ന് പറയും. പണ്ട് അതിനൊരു ഉദാഹരണം പറയുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരാ പറയും, പണ്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. പഴയ കാലത്താണ് കുട്ടിയെ കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുറച്ച് പേര് പുരുഷന്മാരെല്ലാവരും കൂടി അവിടേക്ക് വന്നു, പെൺകുട്ടിയുടെ കുടുംബത്തേക്ക് വന്നു. ഈ പെൺകുട്ടി അടുക്കളയിലാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ കാണാനാണെങ്കിൽ കുറേ വേറെ സുഹൃത്തുക്കളായ പെൺകുട്ടികളും വന്നിട്ടുണ്ട് അടുക്കളയിലുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഈ അടുക്കളയിൽ നിന്ന് ഈ പൂമുഖത്തേക്ക് നോക്കിയാൽ കാണാൻ ഒരു ഓട്ട ഉണ്ടാവും. കണ്ടിട്ടില്ല? അടുക്കളയിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ കാണാം. പൂമുഖത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും കാണൂല്ല. പഴയ കാലത്തൊരു സംവിധാനമാണത്. ഗവാക്ഷം എന്നാണ് പറയുക. എന്താ പറയുക? ഗവാക്ഷം പറഞ്ഞാൽ പശുവിൻ്റെ കണ്ണെന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഒരു ചെറിയ ഒന്നുമില്ലെങ്കിൽ ഒരു ത്രികോണം പോലെയെങ്കിലും ഒരു ഓട്ട ഉണ്ടാവും, എത്ര ചുരുക്കക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ഈ ഓട്ടയിൽ കൂടി നോക്കി ആണുങ്ങളൊക്കെ പൂമുഖത്തിരിക്കുകയാണേ. ഈ ഓട്ടയിൽ കൂടി നോക്കിയിട്ട് ഈ സുഹൃത്തുക്കൾ പെൺകുട്ടികൾ ഈ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയോട് ചോദിച്ചോ, കുട്ടിയെ ഇതിലേതാ നിൻ്റെ ഭർത്താവായിരിക്കണം, ഒരു 10 ആൾ ഇരിക്കണില്ലേ, അതിലാരാ നിൻ്റെ ഭർത്താവ് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞാൽ ചുമരും ചാരിയിരിക്കുന്ന തല നരച്ച ആളല്ലേ, അദ്ദേഹം അല്ല എന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തില്ലേ വേറെ ഒരാള്, ഒരു കുറേശ്ശെ നരച്ചയാള്, അദ്ദേഹമല്ല. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു, 10-18 വയസ്സായ പയ്യൻ, അവനും അല്ല. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു 19 വയസ്സായ ആളില്ലേ, അദ്ദേഹം അല്ല. അതിൻ്റെ ഇപ്പുറത്തെ മഞ്ഞക്കുപ്പായിട്ട ആളില്ലേ, അദ്ദേഹം അല്ല. അതിൻ്റെ ഇപ്പുറത്തുള്ളവൻ്റെ അല്ല. പിന്നെ ആരാത്? ഇനിയിപ്പോൾ ഒരാളെ ഉള്ളൂ. ആ മിണ്ടിയതുമില്ല. അപ്പൊ പെൺകുട്ടികളെ പറഞ്ഞു എന്ത് മനസ്സിലായി എന്ന്. അപ്പൊ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചപ്പോ പെൺകുട്ടി എന്താ ചെയ്തത്? ഇന്നയാളാണ് ഭർത്താവ് എന്ന് പറഞ്ഞില്ല. അന്നൊന്നും അങ്ങനെ പറയില്ല. അന്നൊക്കെ ഭർത്താക്കന്മാരെ വലിയ ഭയഭക്തിയുള്ള കാലം. ഇന്നത്തെ മാതിരി ആരാ ഭർത്താവ്, ചാരിയിരിക്കണ പൊട്ടൻ അല്ലാണ്ട് അമ്മട്ടൊന്നും അന്ന് ആയിട്ടില്ല. ഇന്നൊക്കെ അങ്ങനെയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ബഹുമാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറഞ്ഞു. അങ്ങോട്ടും കുറഞ്ഞു ഇങ്ങോട്ടും കുറഞ്ഞു. അങ്ങോട്ട് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ അതൊക്കെ കുറേശ്ശെ വേണ്ടതാണ്. ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം എന്ത്, ഭാര്യയോടൊരു ബഹുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മതി മുണ്ട് മടക്കിയിട്ട് തൊഴുതു നിൽക്കണതല്ല ബഹുമാനം. ബഹുമാനം എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഇതെൻ്റെ ഭാര്യയാണ്, വിവാഹം ചെയ്ത് തൻ്റെ കൂടെ അല്ലേ, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നോളാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഭാവമുണ്ട്. ആ ഒരു ഭാവം ആരോട് തോന്നണം? ഭാര്യയോട് തോന്നണം, ഭർത്താവിനോട് തോന്നലുണ്ട്. അപ്പോഴേ ആ ബന്ധത്തിന് എന്തുണ്ടാവുള്ളൂ? ഒരു ഭംഗി. ബഹുമാനം ഉള്ളിലില്ലാത്ത ബന്ധങ്ങളൊന്നും നിലനിൽക്കില്ല. ഉള്ളിലൊരു ചെറിയ ഒരു ഭാവം ഉണ്ടാവണം. ബഹുമാനം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ബഹുമാനം പറയുമ്പോൾ എണീറ്റ് നിൽക്കലും തൊഴിലും മാത്രമല്ല ബഹുമാനം. ഉള്ളിലൊരു ഭാര്യയോട് നമ്മുടെ ഭാര്യയാണ് എന്നൊരു ഉള്ളിലൊരു ഭാവം ഉണ്ടാവണം. അയ്യോ അങ്ങനെ പാടില്ല, നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ തോന്നില്ലേ, ഹൃദയം കൊണ്ടൊരു ഭാവം അത് തിരിച്ചും വേണം. അപ്പോൾ ബന്ധം എന്ത് ചെയ്യും? ഏത് കാട്ടിൽ പോയാലും ഏത് സന്ദർഭത്തിൽ പോയാലും ഭംഗിയോടെ നിലനിൽക്കും. ഈ ഭർത്താവാര് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് പെൺകുട്ടി ഭർത്താവല്ലാത്തവരെ കാണിച്ചു കൊടുത്ത് ആ കാണിച്ചു കൊടുക്കൽ ഇന്ന് ആരെ മനസ്സിലാക്കിയെടുത്തു? നിഷേധ ശേഷൻ, നിഷേധിച്ചതിൻ്റെ ശേഷമുള്ളത് എന്തോ അത്. ഇതുപോലെ തന്നെയാണ് എന്ത്? ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ വേദങ്ങൾ പ്രതിപാദിക്കുക എന്നാ പറഞ്ഞത്. ഇപ്പൊ പരീക്ഷത്ത് ചോദിച്ചു, ഭഗവാനെ ഗുരുനാഥ, ഈ ഭഗവത് സ്വരൂപം ഉള്ളിൽ പ്രകാശിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് നല്ലോണം ഉപാസിക്കണം. വെറുതെ നമ്മളിങ്ങനെ പോയി വായും പൊളിച്ചിരുന്നതുകൊണ്ടൊന്നും ഈശ്വര സ്വരൂപം പ്രകാശിക്കില്ല. നല്ലോണം ഉപാസന വേണം. എന്താ ഈ ഉപാസന എങ്ങനെയാ വേണ്ടത്? സാത്വികമായിട്ട് ഉപാസിക്കണം പറഞ്ഞു. അതെങ്ങനെയാ സാത്വികമായിട്ട് ഉപാസിക്കുക? ഞാൻ പറയാൻ കേട്ടോളൂ. ഉപാസന സാത്വികമുണ്ട്, രാജസുണ്ട്, താമസുണ്ട്. ഉപാസിക്കുമ്പോൾ സാത്വികമായിട്ട് ഉപാസിക്കണേ. അത് പണ്ട് എന്താ വെച്ചാൽ വൃക്കൻ എന്ന പേരായിട്ടൊരു അസുരൻ ഉണ്ടായി. വൃക്കൻ എന്നാ പേര്. എന്താ പേര്? വൃകൻ. ഈ വൃകാസുരൻ എന്താ ചെയ്തു വെച്ചാൽ ഇങ്ങനെ പോണ വഴിക്ക് നാരദ മഹർഷിയെ കണ്ടപ്പോൾ മഹർഷിയോട് ചോദിച്ചു, ആരെയും ഉപാസിക്കാൻ നല്ലത് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഉപാസിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ വൃകൻ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഉപാസിച്ചു. ഇവൻ്റെ ഉപാസന എങ്ങനെയാ ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയോ? സ്വന്തം ദേഹത്തു നിന്ന് മാംസം മുറിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചിട്ടാണ് എന്ത് ചെയ്തത്? തപസ് ചെയ്ത്. അല്ലാത്ത ജാതി തപസ് തന്നെ. അവനവൻ്റെ ദേഹത്ത് നിന്ന് കണ്ട വല്ലവൻ്റെ വെച്ച് തിരക്കടില്ല. ഉണ്ടല്ലേ? എന്തല്ലേ കഥ? ഇതിന് ആസുരീയ തപസ് എന്നാ പറയുക. എന്താ പറയുക? ആസുരീയ തപസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ രാവണനൊക്കെ പണ്ട് തപസ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ? രാവണൻ എങ്ങനെയാ തപസ് ചെയ്ത്? രാവണൻ തപസ് ചെയ്തു, ആരും വന്നില്ല. പിന്നെയും തപസ് ചെയ്തു, ആരും വന്നില്ല. കുറെ കാലം തപസ് ചെയ്തിട്ടും ആരും വരണില്ല എന്ന് കണ്ടപ്പം രാവണൻ തൻ്റെ ഒരു തല വെട്ടി ഹോമിച്ചു, എന്നിട്ടും ആരും വന്നില്ല. അപ്പൊ മറ്റേ തലയും വെട്ടി ഹോമിച്ചു, എന്നിട്ടും ആരും വന്നില്ല. ഒരു തലയും കൂടി വെട്ടി ഹോമിച്ചു, ആരും. രാവണന് പിന്നെ ഇതിങ്ങനെ കരിക്ക് വെട്ടും പോലെ വെട്ടാൻ കുറെ ഉണ്ടല്ലോ. നമുക്കൊക്കെ ഒരൊറ്റ വെട്ടിയാൽ മതി, നാട് അന്ന് നന്നാവും.
അങ്ങനെയല്ലേ പതിവ്? നമുക്ക് കുറേയൊന്നുമില്ല. ഈ രാവണൻ ഇങ്ങനെ വെട്ടി 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 കുറേ വെട്ടി വെട്ടി 8 എണ്ണം വെട്ടി, എന്നിട്ടും വന്നില്ല. 9ാമത്തെ തലയും വെട്ടി, എന്നിട്ടും വന്നില്ല. അപ്പോഴല്ലേ എന്താണ്ടായത്? ആ വാളും ഇങ്ങോട്ട് 10ാമത്തേത് വെട്ടാനായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ട് 10ാമത്തേത് വെട്ടാൻ വാളും ഇങ്ങോട്ട് പൊക്കിയപ്പോഴാണ് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, വെട്ടരുതുണ്ണി എന്നും പറഞ്ഞു തടസ്സപ്പെടുത്തി. അതും കൂടി അങ്ങോട്ട് വെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നമുക്ക് എന്തൊരു രാമായണം കഥയൊക്കെ വായിക്കാൻ എന്ത് രസം ഉണ്ടാവും. ആ സീതാദേവിക്ക് എന്ത് സ്വൈരം ഉണ്ടാവും, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്തൊരാശ്വാസം ഉണ്ടാവും. ശരിയല്ലേ ഇത്? അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെയാണ് ആസുരീയ തപസ്സേ. ശരീരം പീഡിപ്പിക്കുക, ശരീരത്തെ പീഡിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അത് പണ്ട് ഭഗവത്ഗീതയിൽ പറയും, ആത്മനോയൽ പീഡയാ ക്രിയതേ തപ താമസമുദാഹൃതം. അവനവൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ് താമസ തപസ് എന്നാ പറയും. ശരീരത്തെ പീഡിപ്പിക്കലല്ല തപസ്, മനസ്സിനെ ഉറപ്പിക്കണം. അതിൻ്റെ പേരാണ് എന്ത്? തപസ്സേ. നമ്മൾ വെറുതെ ശരീരത്തെ കുറെ പീഡിപ്പിച്ചുകൊണ്ട് തപസ്സാവില്ല, മനസ്സിന് ഉറപ്പുണ്ടാവണം. ഇപ്പം ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഏകാദശിയാണ്, അതാണ് ഇതാണ്, ഇങ്ങനെ പട്ടിണി കിടക്കും. ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പം ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ കഴിക്കാണ്ട് ആളുകളൊക്കെ ഇങ്ങനെ. ഇയാളൊന്നും കഴിക്കില്ലേ, ശുദ്ധോപവാസമാണ്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? നല്ലോണം ചോറ് മോരൊഴിച്ചൂട്ടാൻ കൂട്ടി ഉരുട്ടി ഉരുട്ടി ഉണ്ടുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഹൗ ഹൗ എന്ത് ഔ ദുഷ്ട ഗുരുവായൂരപ്പൻ കണ്ടില്ലേ, എല്ലാവരും ഉണ്ണണം. ഞാൻ കണ്ടാ തോന്നുന്നു ഗുരുവായൂരപ്പൻ പിന്നെ പുറത്ത് തല്ലിയിട്ട് പുറത്ത് തല്ലി ചെയ്യിച്ചതാ തോന്നും. ആണോ? അപ്പം ആ ഉപാസന ശരിയാവണില്ല എന്നാ പറഞ്ഞത്. എന്താ വേണ്ടത്? അപ്പം നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വെറുതെ പട്ടിണി കിടന്ന് വയ്യാണ്ടായിട്ടോ എന്നും പറഞ്ഞുള്ള ഈശ്വര വിചാരം ഇല്ലാണ്ടിയൊക്കെ ചെയ്യണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഏകാദശി ആയാലും പ്രദോഷമായാലും ഷഷ്ഠി ആയാലും എന്തായാലും ഈ ജാതി ഇല്ലല്ലോ, കഴിക്കാൻ വയ്യല്ലോ, അങ്ങനത്തെ വേവലാതി എല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിനെ ഈശ്വരീയമായി ഉറപ്പിക്കാനുള്ള പ്രാപ്തി. അതിനാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കുറയ്ക്കണതേ. കുറേശ്ശെ ഏകാദശിയൊക്കെ നോൽക്കണ ഉപവാസത്തിൻ്റെയൊക്കെ ഒരു സിദ്ധാന്തം അതാണ്. കുറേശ്ശെ നമ്മൾ ആഹാരമൊക്കെ കുറച്ച് ഈശ്വരീയമായ ഭാവത്തിലേക്ക് ഉറപ്പിക്കാനാണ്. പക്ഷേ നമ്മളൊക്കെ അപ്പം ഉണ്ടാവണ ചിന്ത, ഇനിയിപ്പോൾ നാളെ നേരത്തെ ഊണഴിക്കാൻ, നാളെ രാവിലെ ഊണഴിക്കാൻ ഇനി ദോശയൊന്നും വേണ്ട, ഊണന്നെ ആയിക്കോട്ടെ, 2:30 പറയാം തന്നെ. അപ്പം നമുക്ക് വീണ്ടും അതിനോട് ആർത്തി ഉണ്ടാവണതേ. അല്ലാതെ ഒരു അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ നേരെയാവണമെന്നാണ്. കുറേശ്ശെ നേരെയാക്കി എടുക്കാൻ പറ്റും. കളിയാക്കിയതും പരിഹസിച്ചതും നല്ല കേട്ടോ ഇത്. അത് നമ്മൾ ആന്തരികമായിട്ട് എപ്പോഴും ഇത് പറയാൻ കാരണം എന്താ ചോദിച്ചാലേ, പണ്ടൊരിക്കലും അവിടെ വായ്പളൊന്നുമില്ല, കുറേ കാലം മുമ്പ് കുട്ടിക്കാലത്ത് ഒരിക്കലും വായനയ്ക്ക് പോയപ്പോഴേ അവിടെ ഈ ഗണപതി ഹോമം കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം കൂടി അവിടെ എടുത്തു വയ്ക്കുക. അവല മലരെയൊക്കെ കൂട്ടി ചേർത്തുള്ള ഈ അങ്ങനെ പറയില്ലേ നമ്മൾ, അതിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടി പ്രസാദം കൊടുക്കണം, കൊടുത്ത് ഇതും കൊടുത്തു. അപ്പോൾ ഇയമ്മ വെച്ചാൽ പ്രസാദം കഴിച്ചു. അപ്പോൾ മറ്റേ അമ്മ എന്ത് ചെയ്തു? ഇയമ്മ ഇത് കഴിക്കുന്നത് വരെ മിണ്ടിയില്ല. കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ശാരദേ എൻ്റെ ഇത് പോയി എന്നും പറഞ്ഞു. പക്ഷെ എന്ത് പോയി എന്ന്? എൻ്റെ ഏകാദശി പോയി എന്നും പറഞ്ഞു. അപ്പം എന്നാ നീ പറയണ്ടേ എന്നോട്. എന്നിട്ട് പറഞ്ഞു, ദുഷ്ട, എനിക്ക് എന്തിനാ നീ ഇത് തന്നത്? എൻ്റെ ഏകാദശിയും പോയി, നീ ഉച്ചയുടെ മുമ്പ് തന്നു, ഉച്ചയ്ക്ക് ചോറെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ തീർന്നിട്ടും ഉണ്ടാവും എന്നും പറഞ്ഞു. എന്ത് പറഞ്ഞ ഭാഷ ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞത്? ഇത് 3 മണിക്ക് ഇത് തന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നു? പോയി അവിടെ ചെന്ന് കൂട്ടുകാരിൽ എന്തുണ്ടാവില്ല, അവിടെ ഊണും ഉണ്ടാവില്ല. അത് ഊണിൻ്റെ മുമ്പാണ് ഇത് കഴിച്ച ഇത് കഴിച്ചൂലോ എന്നുള്ള പേരും പറഞ്ഞ് ഏകാദശി പോയി എന്ന് പറഞ്ഞ ബാക്കിക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യായിരുന്നു? ഊണും കഴിക്കാറുണ്ട്. അപ്പം ഇപ്പം പറഞ്ഞത് മനസ്സിലായില്ല. ചിലപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമെന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ശ്രദ്ധയുടെ പ്രത്യേകത. ആരെയും കുറ്റം പറഞ്ഞതല്ല. നോക്കൂ, ഊണ് കഴിക്കണതിനൊന്നും തെറ്റില്ല, ആവശ്യത്തിന് തന്നെ ഉണ്ടോളൂ. വെറുതെ നമ്മൾ ഈ ആന്തല്യാണ്ടി ആവാൻ ഇതിനൊന്നും പുറപ്പെടരുത്. പ്രാപ്തി ഉണ്ടാക്കാനാണ് പുറപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ വലിയ ഗോഷ്ഠി കാണിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല. മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പറ്റുന്നത് വെച്ചാൽ അതിനെ ഭഗവാങ്കൽ നല്ലോണം യോജിപ്പിച്ചോളൂ. മറ്റതൊക്കെ വെറും കാണിച്ചു കൂട്ടലാണ്, അതിനൊന്നും കാര്യമില്ല. അപ്പം അതിലേക്ക് വിശദീകരിക്കാൻ പോകണ്ട, നമുക്ക് ഇതിലേക്ക് പോവുക. ഈ വൃക്കൻ എന്തേ ചെയ്തു വെച്ചാൽ, ഈ വിധം ആസുര തപസ് ചെയ്തിരിക്കുന്ന സമയത്ത് മൃഗന്റെ മുമ്പിലേക്ക് ഭഗവാൻ പ്രത്യക്ഷമായി. ഭഗവാൻ ചോദിച്ചു, മൃഗ, നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ മൃഗം പറഞ്ഞു, ഞാൻ ആരുടെ തലയിലാണോ കൈ വെക്കുന്നത് അയാൾ ഭസ്മാവണം, അതാണ് വരം വേണ്ടത് എന്നും പറഞ്ഞു. അങ്ങനെ വരം കൊടുത്തു. ഇവൻ ചോദിച്ച വരം എന്താണ്? ആരുടെ തലയിലാണോ കൈ വെക്കുന്നത്, കൈ വെക്കുന്ന ആൾ ഭസ്മാവണമെന്ന്. നോക്കണേ, എന്താ അല്ലേ ഇങ്ങനെ എളുപ്പ വഴിയിൽ ഭസ്മം ഉണ്ടാക്കണ വിദ്യയാണ് ചോദിച്ചു പോരണതേ ഭഗവാനോട്. ഈ വരം കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഭഗവാൻ വരം തന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ ഈ കൈ കൊണ്ടുപോയി ഭഗവാന്റെ തലയിലേക്ക് വെക്കാൻ നോക്കി. ഇപ്പം ഭഗവാന് മനസ്സിലായി തൻ്റെ ശക്തി തൻ്റെ നേരെ തിരിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത വീട്ടിലേക്ക് മോളയുടെ വടി കൊടുത്തതിന് അദ്ദേഹത്തിന് എന്തോ ആവശ്യമുണ്ട്. അദ്ദേഹം അതുകൊണ്ട് നമ്മുടെ പുറത്ത് തല്ലി എങ്ങനെ ഉണ്ടാവും?
മനസ്സിലാവണില്ലേ? നമ്മൾ ഉപകാരത്തിന് കൊടുത്തതോട്ട് ഉപദ്രവിക്കുക എന്ന് പറയില്ലേ? ഭഗവാന്റെ നേരെ തിരിച്ചു. അപ്പം ഭഗവാന് മനസ്സിലായി നല്ല സമ്പ്രദായം അല്ലാന്ന്. ഭഗവാൻ ശ്രീപരമേശ്വരൻ അവിടുന്ന് നേരെ വൈകുണ്ഠത്തേക്ക് പോകുന്നു. മൃഗൻ പിന്നാക്കും പോകുന്നു. അപ്പം ഭഗവാൻ വൈകുണ്ഠത്തിൽ വന്ന് വൈകുണ്ഠസ്വാമി നാരായണ ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നു, അങ്ങ് ഇവിടെ ഇരിക്കുക, അക്കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു. വിഷ്ണു ഭഗവാൻ പുറത്തേക്ക് പോകുന്നു. ആ കൈലാസത്തിൽ നിന്ന് വന്ന ഭഗവാനെ അവിടെ ഇരുത്തി സൽക്കരിച്ചതിൻ്റെ ശേഷം പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ശംഖചക്രഗദാവൽമ വേഷത്തിലല്ല പോകുന്നത്, ഒരു ബ്രഹ്മചാരി കുമാരൻ്റെ വേഷം. ബ്രഹ്മചാരി കുമാരൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പഠിക്കണ കുട്ടി. പണ്ട് പഠിക്കണ കുട്ടിക്ക് ബ്രഹ്മചാരി എന്നാ പറയുക. അപ്പം നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയില്ലേ? ആ വിദ്യാർത്ഥി എന്നുള്ള അർത്ഥത്തിൽ പണ്ട് ബ്രഹ്മചാരി എന്നാണ് പറയുന്നത്. ബ്രഹ്മചാരിക്ക് ചില വേഷങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മചാരി മേഖലാജനതണ്ടവൻ. പഠിക്കാൻ പോണ കുട്ടിയൊക്കെ ചില കുപ്പായൊക്കെ ഉണ്ട്, കള്ളിയുമിൽ വെള്ള പുള്ളിയൊക്കെ ഉള്ള കുപ്പായം, യൂണിഫോം എന്ന് പറയില്ലേ? പുതിയ സമ്പ്രദായം പണ്ടുണ്ടതൊക്കെ. പണ്ട് മേഖല പറഞ്ഞാൽ അജിനം, മാന്തോല്, പൂണൂല്, പിന്നെ കുടുംബ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. കമണ്ടലു, ദണ്ഡം, വടി, ഇതൊക്കെ ഉണ്ടാവും, അടയാളന്നെ. അപ്പൊ ഈ ബ്രഹ്മചാരി വേഷം കെട്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് ആരെയെ കണ്ടു? മൃഗനെ കണ്ടു. മൃഗൻ ചോദിച്ചു, ഉണ്ണിയെ ശ്രീപരമേശ്വരൻ എന്തിയെ പോയോ ചോദിച്ചു. അപ്പം ഭഗവാൻ ബ്രഹ്മചാരി വേഷം കെട്ടിയ ഭഗവാൻ പറഞ്ഞു, ശ്രീപരമേശ്വരൻ വഴി പോവില്ല, ഇത് കൈലാസല്ല, അത് വൈകുണ്ഠാണ്, അദ്ദേഹം കൈലാസത്തിലാണെന്നും പറഞ്ഞു. അല്ല, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത് കണ്ടൂലോ എന്നും പറഞ്ഞു. അങ്ങ് ആരാ ചോദിച്ചു. ആര്? ഈ ഭഗവാനെ അങ്ങ് ആരാ ചോദിച്ചു മൃഗനോട്. അപ്പൊ മൃഗൻ പറഞ്ഞു, ഞാൻ വൃകാസുരനാണ് എന്നും പറഞ്ഞു. അയ്യോ, അങ്ങാണോ വൃകാസുരൻ? ഞാൻ അങ്ങയുടെ ഒരു ഫാനാണെന്നും പറഞ്ഞു. ഒക്കെ ഫാൻ കൂടിയ കാലാണല്ലോ, ആരാധകരെല്ലാം ഇക്കലുണ്ട്. തനിക്ക് അവിടെയുണ്ട് ആരാധകരെന്നൊക്കെ സന്തോഷമായിേ. അശ്വ, അങ്ങ് എന്തേ ഇപ്പം ഇങ്ങോട്ട് പരമേശ്വരനെ തേടി പുറപ്പെട്ടത് ചോദിച്ചു. അപ്പൊ കാര്യം പറഞ്ഞു, തലയിൽ കൈ വെച്ച കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ബ്രഹ്മചാരി വേഷം കെട്ടിയ ഭഗവാൻ ചോദിച്ചു, അയ്യോ, അങ്ങേ പോലെയുള്ള വിദ്വാൻമാർക്കും വിഡ്ഢിത്തം പറ്റൂലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നണോ എന്ന് ചോദിച്ചു. അതെന്താ ഉണ്ണിയെ ചോദിച്ചു. അല്ല, അങ്ങ് അറിഞ്ഞില്ലേ? ഇല്ല. പരമേശ്വരന്റെ കാര്യം അറിയില്ലേ? ഇല്ല. പത്രമൊന്നും വായിച്ചില്ലേ? ഇല്ലേ. എന്തെണ്ടായേ? അതന്നേ പാവം എന്തല്ലേ, അന്ന് ആ ദക്ഷൻ ശപിച്ചില്ലേ, അതിന്റെ ശേഷം പരമേശ്വരൻ എന്ത് പറഞ്ഞാലും ഒന്നും ഫലിക്കില്ല. എന്നാലും പാവം ഇപ്പോഴും നടക്കും. ആര് വന്ന് വഴിയിൽ വെച്ച് കണ്ടാലും തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് എന്ത് പറയും? അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. ഒന്നും ഫലിക്കില്ല. അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒന്നും ഫലിക്കും. സംശയം ഉണ്ട് അങ്ങക്ക്? അല്ല, സംശയമൊന്നുമില്ല, ഫലിക്കില്ലല്ലേ? സംശയം ഉണ്ട് അങ്ങക്ക്? സംശയമൊന്നുമില്ല. അങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കയ്യൊന്ന് തലയിൽ വെച്ച് നോക്കൂ, ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. ഈ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഈ കൈ വെച്ചതിൻ്റെ താഴെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം വിചാരിച്ചത് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ നേരെ കേൾക്കണം കേട്ടോ. കയ്യൊന്ന് തലയിൽ വെച്ച് നോക്കുക, ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തു? ഈ ഉണ്ണി പറഞ്ഞത് മഹാകേമാണെന്ന് നിരീക്ഷിച്ച കയ്യുമെല്ലാം തലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പം ബ്രഹ്മചാരി വേഷം കെട്ടിയ ഭഗവാൻ പറഞ്ഞു, അതേ പുറകെ നിൽക്കോ വെക്കാറായില്ലേ, ഞാൻ ആ മരത്തിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കട്ടെ എന്നും പറഞ്ഞു. എന്താ കാരണം? ഇത് പൊട്ടിച്ചീറ്റി വരുമ്പോൾ വല്ല പൊടിയോ ഈ തീക്കനലോ തീപ്പൊടിയൊക്കെ വന്ന് മുണ്ടിൽ വീണ മുണ്ടോട്ടയാവില്ലേ? ഭഗവാൻ ആ മറവേക്ക് നിൽക്കുകയും ചെയ്തു. ആസുരൻ ഈ കൈ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു. ഭൂം എന്ന് പറഞ്ഞൊരു ശബ്ദം, പിന്നെ ഡസ്റ്റ് മാത്രം, പൊടി. ഭഗവാൻ പറഞ്ഞു, സുനന്ദ, ആ ചൂലും മുറന്ന് എടുത്ത് ഒന്ന് തടം വന്നോളൂ. അത് അടിച്ചു വരണോരാ അവരെ വൈകുണ്ഠത്തിലെ നന്ദനും സുനന്ദനും. സുനന്ദനന്ദന്മാര് രണ്ടാളും വന്നു. ഈ പൊടി അടിച്ചു വാരി ആ തെങ്ങിന്റെ ചോട്ടിക്കിട്ടോളൂ എന്നും പറഞ്ഞു. അത് വാരിയിട്ട് തെങ്ങിന്റെ ചോട്ടിക്കിട്ടു. ഒന്നും പറയണ്ട, പിറ്റേത്തെ കൊല്ലം കുംഭമാസത്തിൽ നാളികേരൊക്കെ പ്രശിദ്ധം. കഥ എവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് കാര്യം പറയാം. നോക്കൂ, അസുരൻ തപസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് എന്താ? അസുരൻ തപസ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയത് എന്താണ്? എന്ത്? എല്ലുപൊടി. എന്താ ഉണ്ടാക്കിയത്? എല്ലുപൊടി, ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ്. ഇതൊന്നും തപസ് ചെയ്തുണ്ടാക്കേണ്ടതല്ല. അതൊക്കെ ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങാടി പോയാൽ സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന് എന്താ വേണ്ടേച്ചാൽ ചെയ്തോളൂ. തപസ് കൊണ്ട് ഉണ്ടാക്കേണ്ടത് ആത്മഭാവമാണ്, ആത്മനാശമല്ല. അസുരൻ തപസ് ചെയ്തിട്ട് നേടിയത് ആത്മഭാവമാണോ ആത്മനാശാണോ? ആത്മനാശം. അതാ പറഞ്ഞത്, താമസ തപസ് ഗുണം ചെയ്യില്ല. സാത്വികമായിട്ട് വേണം
ഭഗവാനെ ഭജിക്കാൻ. പണ്ട് ഭൃഗു മഹർഷിയെ പറഞ്ഞയച്ചിട്ട് മഹർഷിമാരെ പറഞ്ഞയച്ചില്ലേ, പരീക്ഷിക്കാൻ പറഞ്ഞയച്ചു സാത്വിക രാജസ താമസ ഉപാസനകളെ. എന്നിട്ട് എന്താണ്ടായത്? കൈലാസത്തിൽ ചെന്നു, വൈകുണ്ഠത്തിലെ സത്യലോകത്തിൽ ചെന്നു. അവിടെയൊക്കെ ചെന്നപ്പോൾ എന്താണ്ടായി? കൈലാസത്തിൽ ചെന്നപ്പം കെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ടു അല്ലേ ഭഗവാൻ ശ്രീപരമേശ്വരൻ. ശുദ്ധിയില്ലാത്തവനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അപ്പം എന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശൂലം കൊണ്ട് കുത്താൻ പുറപ്പെട്ടു. പാർവതീദേവി കൈ പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇവനിന്ന് ശൂലം കൊണ്ട് കുത്തണ്ടേ, ശൂലം ചീത്തയാവും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അങ്ങനെ പാർവതി കൈ പിടിച്ചുകൊണ്ടാണ് ഭൃഗുവിന് കുത്ത് കിട്ടാഞ്ഞത്. നേരെ സത്യലോകത്തിൽ ചെന്നിട്ട് എന്താണ്ടായത്? സത്യലോകത്തിൽ ചെന്നിട്ട് അവൻ ബ്രഹ്മാവിന്റെ മുമ്പിൽ കസേരയിട്ട് അവിടെ കിട്ടിയിരുന്നു. ബ്രഹ്മാവ് ഏറ്റവും മുമ്പിൽ കാലുമ കാലി കയറ്റിട്ട് മനസ്സിലായി എന്ന് അവിടുന്ന് ഓടി. കൈലാസം നിന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടാണ് ഓടിയത്. വൈകുണ്ഠത്ത് ചെന്നപ്പോൾ എന്താണ്ടായത്? ഭഗവാൻ ഇങ്ങനെ യോഗ നിദ്രയിലായിരുന്നു. ആ കിടക്കണ ഭഗവാന്റെ അടുത്ത് ചെന്ന് നെഞ്ചത്ത് ഒരു ചവിട്ടങ്ങട് കൊടുത്തു. ചവിട്ടങ്ങട് കഴിഞ്ഞപ്പോഴേ ഭഗവാൻ ചാടി എണീറ്റ് കാല് പിടിച്ച് തടവി നേരെയാക്കിയിട്ട്, ഈ കാലിപ്പോ കൊട്ടൻ ചുക്കാതിട്ട് നല്ലോണം തടവണേ, നല്ലോണം നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, എല്ല് പൊട്ടിയെന്ന് അറിയില്ല, എന്തെപ്പണ്ടായത് കഷ്ടായില്ലോ. അവനെ തടവി നേരി എന്തായാലും മഹർഷി ഈശ്വര അങ്ങ് ചവിട്ടി, ആ ചവിട്ട് ഞാൻ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരടയാളായിട്ട്. അങ്ങനെയാണ് ശ്രീവത്സം എന്ന് പറഞ്ഞ മറുകായിട്ട് കൊണ്ട് നടക്കുന്നത്. അത് കണ്ടപ്പോഴും ഭൃഗു മഹർഷി തൊഴുതു. എന്നിട്ട് പറയുകയും ചെയ്തു, മനസ്സിലായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഉപാസിക്കാൻ പറ്റിയത് മഹാവിഷ്ണു ഭഗവാനെയുള്ളൂ, വേറെ ഒരു ഉപാസിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഈ ത്രിമൂർത്തികള് മൂന്ന് മൂർത്തികളെ പറയില്ലേ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. അതിൽ ബ്രഹ്മാവ് രജോ ഗുണത്തിന്റെ പ്രതീകമാണ്, മഹേശ്വരൻ തമോ ഗുണത്തിന്റെ പ്രതീകമാണ്, വിഷ്ണു സത്വഗുണത്തിൻ്റെയും പ്രതീകമാണ്. ഈ 3 ഗുണങ്ങളുടെ പ്രതിനിധികളാണ് ഈ 3 മൂർത്തികൾ. അപ്പൊ വിഷ്ണു ആണ് ഉപാസ്യനായ ദേവത ഉപാസിക്കാൻ നല്ലത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയൂ? ഏത് ദേവതയാണെങ്കിലും ആ ദേവതയുടെ സാത്വികമായ ഭാവത്തെയാണ് ഉപാസിക്കേണ്ടത്. നമ്മൾ രാജസ താമസ ഭാവം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? പല ജാതി ദുർമന്ത്രവാദം അത് ഇതൊക്കെ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ താമസമായ സമ്പ്രദായമാണ്. ഒരു ദിക്കിലും ഗുണം പിടിക്കില്ല. അത് ചെയ്യണവരും നശിച്ചു പോവും, അതിന് പോണവരും. ഇത് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ മന്ത്രവാദികളാർന്നു, ഇപ്പൊ ഒക്കെ നശിച്ചു പോയി, അങ്ങനെയൊക്കെ പറയുന്നിട്ടില്ലേ? എന്താ കാരണം? ഈ ദുർമന്ത്രം പ്രയോഗിച്ച് ദുഷ്ടത കാണിച്ചിട്ടേ അതിന്റെ പാപം കൊണ്ട് നന്നാവില്ല, നേരെയാവില്ല. നല്ലോണം ഭഗവാനെ ഉപാസിച്ചു നോക്കൂ, അവനവനും നന്നാവും, കുടുംബവും നന്നാവും, നാടും നന്നാവും. ഞാൻ ഉപാസനയുടെ കഥ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഈ ഉപാസിച്ച് നേരെയായിട്ട് വരണമെങ്കിൽ എന്താ വേണ്ടത്? ഈ ഉപാസനയൊക്കെ നേരെയാവണമെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി വെറുതെ പുറപ്പെട്ടിട്ട് കാര്യമില്ല. എന്ത് വേണം? അഹങ്കാരത്തിന്റെ അംശം ഹൃദയത്തിൽ ഇല്ലാതിരുന്നാലേ എന്തുണ്ടാവുള്ളൂ? ഈ ഉപാസനയൊക്കെ നേരെയാവുള്ളൂ. ഇല്ലെങ്കിലൊന്നും ഉപാസന നേരെയാവില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? കേട്ടോളൂ, പറയാം. ഭഗവാനെ തൊട്ട് സേവിക്കണവരായിട്ട് പോലും അഹന്തയുടെ അംശം വന്നു കൂടുകൊണ്ടുണ്ടായ ദുരിതം കുറച്ചൊന്നുമില്ലേ? അതെങ്ങനെയത്? ഞാൻ പറയാം. പണ്ടേ ഒരു ബ്രാഹ്മണൻ, ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ തൻ്റെ ഉണ്ണി മരിച്ചു എന്നും പറഞ്ഞ് വന്ന് കരഞ്ഞു. തൻ്റെ ഉണ്ണി മരിച്ചു എന്നേ. അപ്പൊ എന്നാ ഭഗവാൻ അവിടെ ഉണ്ട്, ഉദ്ധവരുണ്ട്, ഉഗ്രസേനരുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ, ബലഭദ്രസ്വാമി എല്ലാവരും ഉണ്ടിരിക്കണോ? അർജുനനും അന്ന് അവിടെ ഉണ്ട് ദ്വാരകയില്. ഈ ബ്രാഹ്മണൻ വന്ന് ഉണ്ണി മരിച്ചു എന്ന് പറഞ്ഞ കരഞ്ഞിട്ടൊന്നും ആരും മിണ്ടിയില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ മിണ്ടിയില്ല, ഉഗ്രസേനര്, ഉദ്ധവരെ, ബലഭദ്രസ്വാമി ആരും മിണ്ടിയില്ല. അർജുനനും ഉണ്ട്, അർജുനനും മിണ്ടിയില്ല. പിറ്റേത്തെ തവണ ഉണ്ണി മരിച്ചു എന്നും പറഞ്ഞു വന്നു. ഇങ്ങനെ 9 തവണ ഉണ്ണി മരിച്ചു എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ ദ്വാരകയിൽ വന്നു. 9 തവണയും ഭഗവാനോ ഉഗ്രസേനരോ ഉദ്ധവരോ ആരും മിണ്ടിയില്ല. അർജുനനും അവിടെ ഉണ്ട് 9 തവണയും. 9ാമത്തെ തവണ ഈ ബ്രാഹ്മണൻ മരിച്ച ഉണ്ണിയുടെ വർത്തമാനം പറഞ്ഞു വന്നപ്പം ഇവരാരും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പം അർജുനൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അങ്ങയുടെ നാട്ടില് വില്ലാളി വീരന്മാരായ ക്ഷത്രിയന്മാരില്ലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ദുരിതം ഉണ്ടാവുന്നത്. അങ്ങയുടെ 10ാമത്തെ ഉണ്ണിയെ ഞാൻ രക്ഷിക്കുമെന്നും പറഞ്ഞു. ആര്? അവിടെ ഇരിക്കണവരെ കണക്കാക്കാണ്ട് ആരാത് വലിയ കേമത്തരം പറഞ്ഞത്? ആരൊക്കെ അവിടെ ഇരിക്കണത്? ശ്രീകൃഷ്ണ ഭഗവാൻ, ബലഭദ്രസ്വാമി, ഉഗ്രസേനര്, ഉദ്ധവര്, മഹാകേമന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് കണക്കാക്കാതെ എന്ത് പറഞ്ഞത്? അങ്ങയുടെ 10ാമത്തെ ഉണ്ണിയെ ഞാൻ രക്ഷിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോ ബ്രാഹ്മണൻ ചോദിച്ചു, താനാരാ? താനാരാന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ആയിട്ട്, ഇവിടെയൊക്കെ മഹാകേമന്മാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ നീ ആരാണ് എൻ്റെ ഉണ്ണിയെ രക്ഷിക്കുക എന്ന് പറയാൻ? അപ്പൊ പറഞ്ഞു, ഞാൻ പാണ്ഡുപുത്രൻ അർജുനനാണ് എന്നും പറഞ്ഞു. നന്നായി എന്നും പറഞ്ഞു. നിനക്കെന്ത് പറ്റും? അപ്പൊ അത് അപമാനമായിട്ട് തോന്നി. അർജുനൻ പറഞ്ഞു, അങ്ങയുടെ 10ാമത്തെ പുത്രനെ രക്ഷിക്കാൻ പറ്റിയില്ല വെച്ചാൽ ഞാൻ അഗ്നിയിൽ പ്രവേശിച്ച് ദേഹം ഉപേക്ഷിക്കുന്നു പറയും. പഴയ കാലത്ത് സത്യം ചെയ്യുന്ന എനിക്കൊരു വിലയുണ്ടേ.
ഒരു വിലയുണ്ട്. അപ്പം അതുകൊണ്ട് വിശ്വാസമായി. ഓ ശരി, സന്തോഷമായി, നന്നായി എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണന്റെ ഭാര്യ 10ാമത് ഗർഭം ധരിച്ച് പ്രസവിക്കാറായാൽ അറിയിച്ചോളൂ എന്ന്. ബ്രാഹ്മണൻ പോയി. അങ്ങനെ ബ്രാഹ്മണന്റെ ഭാര്യ 10ാമത് പ്രസവിക്കേണ്ട കാലമായപ്പം ഈ അർജുനന്റെ അടുത്തേക്ക് ആള് പോയി. അർജുനൻ എന്ത് ചെയ്തു? ആ പ്രസവിക്കണ ആ സ്ഥലത്തേക്ക് വന്നു. ആ പ്രസവിക്കണ മുറിയില്ലേ, എന്താ തന്നെ പറയുന്നത്, പ്രസവ മുറി. എന്താ പറയുക, ഈറ്റില്ലെന്ന് പറയും. അങ്ങനെ മനസ്സിലാവില്ല അല്ലേ? മനസ്സിലാവില്ല. എന്താ പറഞ്ഞ വേറെ പറയുക, സൂതികാഗ്രഹം എന്നും പറയും. മനസ്സിലാവില്ല. എന്നാലും ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ ലേബർ റൂം. അപ്പൊ മനസ്സിലായില്ലേ? ശുദ്ധ മലയാളമാണ് ഇപ്പം അത്. എന്തല്ലേ നമ്മുടെ നാടിൻ്റെ കഥ. ആ മുറിയുടെ അടുത്ത് അർജുനൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്രസവ മുറിയിലെ അതിൻ്റെ ചുറ്റും ഗംഭീരായിട്ട് അസ്ത്രങ്ങളെ കൊണ്ട്, ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് ഒരു മറയും കിട്ടി സൃഷ്ടിച്ചു. മറ എന്ന് പറഞ്ഞാൽ ഒരു ആവരണം. നമ്മൾ അസ്ത്രം കൊണ്ട് രക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, മന്ത്രത്തിലൊക്കെ പറയില്ലേ, അതുപോലെ അസ്ത്രങ്ങളെ കൊണ്ടൊരു രക്ഷ കണക്കാക്കി വെച്ചു. ഇനി ജീവനൊന്ന് പോകണത് കാണണമല്ലോ എന്ന് ആര് തീരുമാനിച്ചു? അർജുനനും ബ്രാഹ്മണനും കൂടി കുറച്ച് അപ്പുറത്തേക്ക് മാറിയ മരത്തിന്റെ ചോട്ടിൽ അവിടെ ഇങ്ങനെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം, ലേ 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 എന്ന് പറഞ്ഞ ശബ്ദം. ആരുടെ ശബ്ദം? വലിയ സന്തോഷമായി, കുട്ടി കരയണ ശബ്ദമല്ലേ. അപ്പം അർജുനൻ എന്ത് ചെയ്തു? സന്തോഷമായി. ബ്രാഹ്മണന് വലിയ സന്തോഷമായി. അർജുനൻ കുപ്പായത്തിന്റെ പിൻഭാഗം എന്നുവെച്ചാ അതിന്റെ അർത്ഥം എന്താ? ഇനി വിശദീകരിക്കൊന്നും വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ കണ്ടോ, ഒന്ന് ഞെളിഞ്ഞു. അങ്ങനെ പറയില്ലേ, ഞെളിയാ പറയില്ലേ, ഞെളിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലേ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കി. അയ്യോ 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 എന്നുള്ള സ്വിച്ചാണ് ഓൺ ചെയ്തത്. ആദ്യം കേട്ടത് പിള്ള കരയണത് ആശാൽ, ഇപ്പൊ കേട്ടത് തള്ള കരയണതാ. അപ്പോഴേക്ക് ദാസി പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങയുടെ ഭാര്യ പ്രസവിച്ചതാണ്, ആൺകുട്ടി എന്നെ അറിഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ശവം പോലും ഇല്ല പറഞ്ഞു. മുമ്പൊക്കെ അതുണ്ടാവാറുണ്ട്, മരിച്ചാല് ശവം അവിടെ ഉണ്ടാവും. ഇത്തവണ ശവം പോലും ഇല്ല എന്നും പറഞ്ഞു. മറ്റവനെ ഏറ്റെടുത്തതുകൊണ്ടേ അങ്ങനെ ഉണ്ടായി, ശവം പോലും. ഇതിങ്ങോട്ട് കേട്ടപ്പം ബ്രാഹ്മണൻ ഇങ്ങോട്ട് സഹിച്ചില്ല. ബ്രാഹ്മണൻ അർജുനന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഹേ അർജുന, ആ തെക്കേ മുറ്റത്തെ നാട്ടുമാവ് നിനക്കുള്ളതാണ് എന്നും പറഞ്ഞു. എന്തിന്? വെട്ടിക്കേറി കത്തിക്കട കൊണ്ടുപോയിട്ട് വാക്കിന് വിലയില്ലാത്തവനേന്ന്. അർജുനൻ വല്ലാതെ വിഷമിച്ചു. അർജുനൻ പോയി പല ദിക്കിൽ അന്വേഷിച്ചു. യമധർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു, അവിടെ എത്തിയിട്ടില്ല. ഇന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അവിടെ എത്തിയിട്ടില്ല. എല്ലാ ലോകങ്ങളിലും ചോദിച്ചു, അവിടെ ഒന്നും ആരും എത്തിയിട്ടില്ല. ഈ ശിശു എത്തിയിട്ടില്ല. ഒടുക്കനിപ്പോൾ എന്താ ചെയ്യുന്നത്? മാവ് വെട്ടി കയറി തെക്കേ മുറ്റത്തിട്ട് കത്തിച്ചു. തീ പിടിച്ച സമയത്ത് കുളിച്ചു വന്നു, തട്ടെടുത്ത് തീയിലേക്ക് ചാടാനായിട്ട് കാലിങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കുക. നട്ടുച്ചയ്ക്ക് അർജുനൻ ചാടാൻ തയ്യാറായിട്ട് നിൽക്കണേ. ചാടാൻ എന്താ ചാടുകയായി എന്ന് വന്നപ്പം പിമ്പിന്നൊരു വിളി. എങ്ങനെ? അർജുന എന്നാട്ടോ വിളിച്ചത്. നമ്മൾ ഒത്തിരി വാത്സല്യം കൂട്ടിയത്, അപ്പം അക്ഷരം പോയി. അർജുന. നോക്കുമ്പോൾ അങ്ങനെ ഒരു വിളി ഒരാളെ വിളിക്കാറുള്ളൂ. ആര്? ഭഗവാനാണ്. അപ്പം ഭഗവാൻ ചോദിച്ചു, അർജുനൻ, നീ എന്തേ മീനമാസത്തിൽ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ തീക്കായണത് ചോദിച്ചു. ഏത് മാസത്തില്? നല്ല മീനമാസത്തിൽ നട്ടുച്ചയ്ക്ക് വല്ലാത്ത തണുപ്പാണല്ലോ മീനമാസത്തിലേ. പരിഹസിച്ചതാണ്. എന്താണ് നീ ഇവിടെ നിന്നിട്ട് വെയിലത്ത് ഇങ്ങനെ തീ ചാടാൻ നിൽക്കണോ ചോദിച്ചു. ഭഗവാനോട് പറയാൻ പറ്റും, ഇങ്ങനെ വേണ്ടാത്തൽ ചെന്ന് ചാടി പെട്ടുപോയി എന്നൊക്കെ, കഷ്ടത്തിലായി എന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? അർജുനൊന്നും മിണ്ടിയില്ല. അർജുനൻ ഇങ്ങനെയൊക്കെ ആക്കി നിന്ന് അവിടെ. എന്ത് ഒരു ഈ സൈക്കിളിന്റെ മുകളിൽ നിന്ന് വീണാൽ ഉണ്ടാവില്ല ഒരു ചിരി, കണ്ടിട്ടില്ലല്ലേ? സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോവുക അങ്ങാടിയിൽ കൂടി. അങ്ങാടിയുടെ നടുക്ക് എല്ലാവരും കൂടിയിരിക്കുന്ന ബസ് സ്റ്റോപ്പും കച്ചവടവും ഒക്കെ കൂടി നിൽക്കണിക്ക് പടോ അങ്ങോട്ട് വീണെണ്ണീട്ട് അല്ലെങ്കിൽ ചിരി ചിരിക്കും എല്ലാവരെയും നോക്കിയിട്ട്. എന്നിട്ടൊരു പോക്കുണ്ട്. എന്നിട്ട് ആ മറവ് ചെന്നിട്ടാ നോക്കുക. മുട്ടുകാല് ചേന ചെത്തിയ മാതിരി, ഈ കാല് കുമ്പളങ്ങ തൊലി ചെത്തിയ മാതിരിയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുള്ളൂ. ഒരു നാണം കെട്ടൊരു വല്ലായ്മ ഉണ്ടല്ലോ. ആ വല്ലായ്മ ചിരിയില്ലേ? അർജുനൻ ഇങ്ങനെ വല്ലായ്മയിൽ നിൽക്കുക. എടോ ഒരു കാര്യം ചെയ്യും. ഭഗവാനൊന്നും ചോദിച്ചില്ല. താനൊരു കാര്യം ചെയ്യൂ, ആ മാവിനെ തീ പിടിച്ചോട്ടെ എന്നാലും നീ വണ്ടിക്ക് കയറുമെന്നും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തേരി കയറ്റിയാരെ കൊണ്ടുപോയി അർജുനനെ. അങ്ങനെ പോയി ലോകാലോകങ്ങളൊക്കെ കഴിഞ്ഞ് താമിശ്രം അന്ധതാമിശ്രം എന്നൊക്കെ പറഞ്ഞ ലോകങ്ങൾ കടന്ന് പോയി എവിടെ എത്തി? വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ എല്ലാ ദിക്കിലും കാണിച്ചു കൊടുത്തു. വൈകുണ്ഠമൊക്കെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം അർജുനോട് പറഞ്ഞു, അർജുന വരൂ, നമുക്ക് എന്ത് ചെയ്യാം, ഭഗവാൻ എന്ന് കാണാമെന്നും പറഞ്ഞു. അവർ നേരെ ചെന്ന ക്ഷീരസാഗര തീരത്ത് ചെന്നിട്ട് ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. തൊഴുതു, നല്ലോണം നമസ്കരിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, കൃഷ്ണ, അർജുന, നിങ്ങളെ രണ്ടാളെയും കാണണമെന്ന് കുറച്ചു കാലമായിട്ട് മോഹിക്കണോ?
വന്നത് നന്നായി. നിങ്ങൾ രണ്ടാളെയും ഇവിടെ വരുത്താനാണ് ഞാൻ ഈ ബ്രാഹ്മണന്റെ ഉണ്ണിയോളെ 10 ആളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഉണ്ണിയോളെ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ ഉണ്ണിയോളെ വൈകുണ്ഠത്തിൽ കുത്തി മറിഞ്ഞ് കളിക്കണ്ടേ. 10 ഉണ്ണിയോളെയും കൊടുത്തു. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? 5 എണ്ണത്തിന് അർജുനും വാങ്ങി. ഭഗവാനോട് പറഞ്ഞൊരു 5 എണ്ണത്തിന് അങ്ങും കൂടി എടുത്തോളൂ. രണ്ടാമത് 10 കൂടി എടുക്കാനുള്ള പാത്രം ആരുടെ കയ്യിലില്ല. 5 എണ്ണത്തിന് ഭഗവാൻ 5 എണ്ണത്തിന് അർജുനായിട്ട് കുട്ടികളായിട്ട് തിരിച്ചു പോകുന്നു. ബ്രാഹ്മണന്റെ ഇല്ലത്തെ പഠിക്കലെത്തിയപ്പം അർജുനന്റെ കയ്യിൽ തന്റെ കയ്യിലുള്ള ഉണ്ണികളെയും കൂടി ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. ബ്രാഹ്മണന് കൊണ്ടുപോയി കൊടുക്കുമെന്നും പറഞ്ഞു. അപ്പം അർജുനൻ പറഞ്ഞു, അങ്ങ് വരില്ലേ ചോദിച്ചില്ല. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു. താനല്ലേ കൊടുത്തത് ചോദിച്ചു. അങ്ങനെ ആ 5 ഉണ്ണികളെയും കൊണ്ടുപോയി ബ്രാഹ്മണന് കൊടുത്തു. ആര്? അർജുനൻ. ബ്രാഹ്മണന് 5 5 10 ഉണ്ണികളെ 10 ഉണ്ണികളെ ഇങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് ബ്രാഹ്മണന് വലിയ സന്തോഷമായി. ബ്രാഹ്മണൻ അർജുനന്റെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു. നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. വലിയ കാര്യമായി. ഈ പഴയ കാലത്തെ ബ്രാഹ്മണനായത് നന്നായി. ഇപ്പോഴത്തെ ബ്രാഹ്മണനാണെന്ന് വെച്ചാൽ അർജുനെ മുറത്തിലേക്ക് വരാനേ ഉണ്ടാവുള്ളൂ, ഭസ്മാക്കിയിട്ടുണ്ടാവും. എന്താ കാരണം? വ്യത്യാസമുണ്ടേ, സങ്കല്പനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പരിഹാസം പറഞ്ഞത്, പഴയ കാലത്തൊക്കെ കുട്ടികള് സന്താനങ്ങൾ കുറേ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിരുന്നു. കുറേ കുട്ടികളുള്ള കുടുംബമാണ് ഐശ്വര്യമുള്ള കുടുംബം. അന്ന് മനസ്സിലായില്ലേ? പഴയ കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. ഇപ്പം ഉണ്ടാവാൻ വഴിയില്ല അങ്ങനത്തെ മുത്തശ്ശിമാര്. എന്നാലും ഇപ്പോഴുള്ള മുത്തശ്ശിമാരോട് ചോദിച്ചാലും പറയും. മുത്തശ്ശിമാർ പറയുന്നുണ്ടല്ലേ, പണ്ടത്തെ മുത്തശ്ശിമാര്, ഞാൻ 15 പെറ്റോളാണ്, ഇപ്പോഴും ഉണ്ട് 14 എണ്ണം. കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ആ മുത്തശ്ശന്മാരുടെ അടുത്ത് നമ്മൾ ആര് ചെന്നാലും, ഉണ്ണി എവിടുത്തെയാ? ഞാൻ ഇങ്ങനെ വടക്കേത്തെയാണ്. വടക്കേത്തെ വെച്ചാൽ ഇങ്ങനെ എന്നെയാളുടെ നീ ഉണ്ണിയെ, നീ എൻ്റെ കേശവന്റെ കൂടെയല്ലേ? നീ എൻ്റെ ഇടത്തെ കാലിൻ്റെ തുടയുമ്പലും കേശവൻ വലത്തെ കാലിൻ്റെ തുടയുമ്പലും എന്ത് പണ്ട് കയറിയിരുന്ന് കളിച്ചത്. അങ്ങനെ കുട്ടി എവിടെത്തിയ? ഞാൻ ശാരദ. എവിടെത്തിയ? ഞാൻ പടിഞ്ഞാറേത്തെ. ശാരദേ, നീ എൻ്റെ സാവിത്രിയുടെ കൂടെയല്ലേ ശാരദേ? നാട്ടിലാര് വന്നാലും വല്യമ്മയുടെ 16-ൽ പെടാതെ, ആര് വന്നാലും വല്യമ്മയുടെ മക്കളുടെ പ്രായമാണ് വല്യമ്മയ്ക്ക്. മുത്തശ്ശമ്മയ്ക്ക് എപ്പോഴാണ്. അതുകൊണ്ട് ആരെ കണ്ടാലും തൻ്റെ മക്കളെ കണ്ടേ സന്തോഷം. കണ്ടല്ലേ പഴയ കാലത്ത് മുത്തശ്ശിമാര്? അത് ആരാവും നമുക്കറിയില്ല. എന്നാലും ആ സമ്പ്രദായം ഇല്ലേ? എന്തായാലും അവരുടെ ചില മുത്തശ്ശിമാരൊക്കെ വർത്തമാനം ചോദിക്കണേ കണ്ടാത്തൊന്നും മുത്തശ്ശിമ്മ നമ്മുടെ സ്വന്തം ആരോഗ്യമാണ് തോന്നില്ലേ? ആ വത്സല അത്രയ്ക്ക് വലിയ ഹൃദയാണ്. 16 മക്കളെയൊക്കെ പെറ്റ് സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ അല്ലേ, ആ ഹൃദയം എത്ര വലിപ്പുണ്ടാവും? ഇവരൊക്കെ ഉൾക്കൊള്ളണ്ടേ? 16 ആളുടെയും കാര്യങ്ങൾ ആ അമ്മയുടെ ഉള്ളിൽ കൂടി എത്ര കാലം പോയിട്ടുണ്ടാവും. ഇപ്പോഴും ആ 16 മുഖവും 16 സ്വഭാവവും 16 സമ്പ്രദായം കൊണ്ട് നടക്കല്ലേ. അങ്ങനെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ദുരിതം ഉണ്ടായാൽ അപ്പം മുത്തശ്ശിമ്മ കരയും ചെയ്യും. ആരോ ആണ് എന്നാലും പറയും, എൻ്റെ രണ്ടാമത്തോ നാരായണന്റെ കൂടെ ആയിരുന്നു, അതോ അവരൊന്നിച്ച് നടക്കണ്ടൊക്കെ ഞാൻ കണ്ടതാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ വരുന്നു നിലവിളിക്കുകയും ചെയ്യും. പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ സന്തോഷത്തെ തൻ്റെ സന്തോഷമായിട്ടും ലോകത്തിൻ്റെ ദുഃഖത്തെ തൻ്റെ ദുഃഖമായിട്ടും കാണാൻ മാത്രമുള്ള വലിപ്പമുള്ള ഹൃദയമുള്ളവരാണ് ആര്? അവരൊക്കെ. അതൊന്നും ഇപ്പം നമുക്ക് കിട്ടില്ലേ. അന്നത്തെ മാതിരി ഒന്നും ഇന്നൊക്കെ ഇപ്പം എങ്ങനെയാണ്? ഇന്നിപ്പോൾ എന്താ ചോദിച്ചാൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ 2 സാധനം ഉണ്ടാവും. എന്താ പേര്? ഭാര്യയും ഭർത്താവും അല്ല, ഹസ്ബൻഡും വൈഫും 2 എണ്ണം ഉണ്ടാവും. എന്നിട്ട് ഒരു ഉണ്ണി അല്ലെങ്കിൽ ഒരു കഷ്ണം ഉണ്ണി, അത്രയ്ക്കേ വേണ്ടോ? അതന്നെ കുറെ അധികം അയ്യോന്നാണ്. ശരിയല്ലേ? ഇത് എന്താ അല്ലേ ഒരു കഥയില്ലേ? അന്നൊന്നും അങ്ങനെയില്ല. കുറെ പണ്ടൊക്കെ കുട്ടികളൊക്കെ വല്ല പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികൾ വല്ല ഉണ്ണികളും വിവാഹത്തിന് പോകുക വെച്ചാൽ നമസ്കരിക്കാൻ വന്ന് അഭിവാദ്യം ചെയ്യില്ലേ? അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കുമ്പോൾ എന്താ അനുഗ്രഹിക്കുക എങ്ങനെയെന്നറിയാം? വിവാഹത്തോടനുബന്ധിച്ചിട്ട് പറയും, ശതപുത്രീ ഭവ, നിനക്ക് 100 മക്കളുണ്ടാവട്ടെ എന്നാണ് ആ ഉണ്ണി അനുഗ്രഹിക്കണേ. പെൺകുട്ടിയാണെങ്കിലോ ശതപുത്രിണീ ഭവ, നിനക്ക് 100 മക്കളുണ്ടാവട്ടെ പറഞ്ഞ് അനുഗ്രഹിക്കും. നീ ഇതൊന്നും കേട്ട് കുടുംബത്ത് പോയിട്ട് വല്ല വിശേഷം ഉണ്ടാകുമ്പോൾ കുട്ടികളെ ഇതൊന്നും പറഞ്ഞ് അനുഗ്രഹിക്കാൻ നിൽക്കണ്ട. അവറ്റവൾക്ക് വല്ലതിന് അർത്ഥം മനസ്സിലായ കത്തിയോണ്ട് കുത്തിക്കൊന്ന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് കണ്ണൂർക്ക് പോകും അവര്. വെറുതെ നമുക്ക് പോയാൽ നമുക്ക് പോയി. ശരിയോ തെറ്റോ? ശരിയാണേ. നേരെ പോക്കോ പറയില്ല. ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായിട്ടുണ്ടാവും. ഉണ്ണിയോളും സന്താനങ്ങളൊന്നും ഞങ്ങളിപ്പോൾ വേണ്ട എന്നാ വിചാരിക്കണത്. ഇനി 90ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ ആവാമെന്ന് ഇങ്ങനെ ഒരു വിചാരം ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, പരിഹാസം പറയല്ല കേട്ടോ. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം സന്തോഷമാണ്, നമുക്കതിൽ വിഷമമൊന്നുമില്ല. ഒരു 90ാമത്തെ വയസ്സിൽ കാണാൻ തിരുമേനി ഇനി എന്തായാലും മരുന്ന്, തിരുമേനി ഇനി മന്ത്രം, തിരുമേനി എന്തായാലും ജപിക്കേണ്ടത്. തിരുമേനി എന്ത് ചെയ്യാനാണല്ലേ? നമ്മൾ മന്ത്രം നെയ്യും മറ്റതും ജപിച്ചു കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? പരിഹാസം പറയില്ല കേട്ടോ. ആരും നിന്ദിക്കല്ല. എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതാത് കാലത്ത് വേണ്ടതൊക്കെ അതാത് കാലത്തൊക്കെയാണ് പ്രകൃതി തന്നത്.
അത് കഴിഞ്ഞാൽ ആ ഭാഗ്യങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. പിന്നെയുള്ള ഭാഗ്യങ്ങൾ അതിൻ്റെ ശേഷമുള്ള ഭാഗ്യ അല്ലേ. നല്ല പ്രായത്തിൽ സന്താനങ്ങൾ ഉണ്ടായി, അവരൊക്കെ വളർന്നു, അവരൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു, അതിൽ സന്താനങ്ങൾ ഉണ്ടായി. പ്രായമാവുന്ന കാലത്ത് ആ ഉണ്ണിയോളെയും ആ പെങ്കടാങ്ങളെയൊക്കെ കണ്ട് സന്തോഷം, അത് വലിയ സന്തോഷമാണ് ഇല്ലേ. അവനവൻ്റെ മക്കളെക്കാളും സന്തോഷവും സ്നേഹവും ഉണ്ടാവും ആരെ കാണുമ്പോഴാണ്? ഈ പേരക്കുട്ടികളെ കാണുമ്പോഴാണ്. അന്ന് പേരക്കുട്ടികൾ ഈ മക്കൾക്ക് തന്നെ തോന്നും, ഈ അച്ഛൻ്റെ കയ്യിൽ ജാതിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇത് പണ്ടൊക്കെ നമ്മളെ കാണുമ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് സിംഹത്തിൻ്റെ മാതിരിയായിരുന്നു. പേരക്കുട്ടിയെ കാണുമ്പം നീന്തണോ, കളിക്കണോ, കൈകൊട്ടി കളിപ്പാട്ട് പാടണോ, എന്താ പൂമുഖത്ത്. ശരിയല്ലേ ഇത്? ഇപ്പോഴാ മനസ്സിലായത് കാരണവരുടെ കയ്യിൽ ജാതിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. അവനവൻ്റെ കുറ്റം പറയല്ലേ. അന്നൊക്കെ അവനവൻ്റെ ഉണ്ണിയോളം പെൺകുട്ടിയോളം ഉള്ള കാലത്തൊക്കെ ജീവിത പ്രാരബ്ധത്തിൻ്റെ കെട്ടിമറയിൽ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മനസ്സ് വെക്കാൻ നേരം ഉണ്ടാവില്ല. ഇത് കൂട്ടിമുട്ടണ്ടേ? എന്ത് ജീവിതം അങ്ങോട്ട് കൂട്ടിമുട്ടാനുള്ള പ്രാരബ്ധത്തിൽ ഈ അച്ഛനമ്മയ്ക്കൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ കുറച്ച് പ്രായമൊക്കെ ആയി, ഉദ്യോഗമൊക്കെ കഴിഞ്ഞു, കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു വരുമ്പോഴാണ് ഈ പേരക്കുട്ടികൾ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് ആസ്വദിക്കുക തന്നെ. ശരിയല്ലേ ഇത്? അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, പഴയ കാലത്ത് വിവാഹം എന്ന് പറഞ്ഞാൽ ഈ സുഖിക്കാനുള്ളൊരു ഏർപ്പാട് നല്ല പണ്ട്. വിവാഹം, സന്താനങ്ങൾ, നന്മ, വംശം, വർധന, ഐശ്വര്യം, അങ്ങനെയൊക്കെയുള്ളൊരു അംശമുണ്ട്. പഴയ ആളുകളൊക്കെ ചോദിച്ചു നോക്കുമോ, അങ്ങനെയൊക്കെയല്ലേ സന്താനങ്ങൾ ഉണ്ടാവലൊക്കെ വലിയ ഭാഗ്യമാണ്. വിവാഹം കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സന്താനങ്ങൾ ഉണ്ടാവുക പറഞ്ഞൊരു ഭാഗ്യമായിട്ടല്ലേ കൂട്ടണത്. അങ്ങനെയൊക്കെ കുറേശ്ശെ ഗർഭമൊക്കെ ഉണ്ട്. ഇതൊരു സന്തോഷം ആ കുടുംബത്തിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ആ കുടുംബത്തേക്ക് ഒരു പുതിയ ഒരംഗം വരികയാണേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് വലിയ കാര്യമാണ്, അത് മോശമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിരുത്തി വെക്കണം. അതായത് നല്ല പ്രായത്തിൽ, നല്ല സമ്പ്രദായത്തിലൊക്കെ വിവാഹമൊക്കെ കഴിക്കാൻ മോഹമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രായത്തിലൊക്കെ കഴിക്കൂട്ടോ. അല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇല്ല 10 25 വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞു, ഉണ്ണിയൊക്കെ ഉണ്ടായി, നമുക്കൊരു 50 വയസ്സാകുമ്പോഴേക്ക് അതിനൊരു 25 വയസ്സില്ലെങ്കിൽ അതിനൊരു പ്രാപ്തിയുള്ള കാലമാവില്ലേ. അപ്പോൾ അതൊരു പ്രാപ്തിയിലെത്തി. അപ്പോൾ നമ്മളൊക്കെ ഒത്തിരി പ്രാപ്തിയിൽ നിന്ന് ഒഴിയേണ്ട കാലമായി. വേവലാതി ഇല്ലാതെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് വിശ്രമിക്കേ, 10 നാമം ചെല്ലേ, കാശിക്കൊന്ന് പോവേ. അതിന് ഉത്തരവാദിത്തമായില്ല. അതിൻ്റെ കയ്യിൽ കൊടുക്കാലോ കാര്യങ്ങൾ. ചെറിയ ഉണ്ണിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റി അല്ല, കുറ്റം പറയില്ല. എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റില്ല. ഇതൊന്നും സൂചിച്ചിട്ട മാതിരിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ആവണേന്നെങ്കിലും ആവോ ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ. എന്നാലും നമ്മളൊന്നും കണക്കാക്കേണ്ടത് കുട്ടികളൊക്കെ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചോ കൊടുത്ത് നല്ല മട്ടമാതിരിയൊക്കെ ആയി അവരൊക്കെ നന്നായിട്ടൊക്കെ ഇരിക്കണം, അങ്ങനെ കുടുംബമൊക്കെ നന്നാവണം, ഇതൊക്കെയാണ് വേണ്ടത്. വംശങ്ങളൊക്കെ നന്നായി, ധാരാളം സന്താനങ്ങളൊക്കെ. അപ്പോൾ ബ്രാഹ്മണൻ ഏതായാലും സന്തോഷമായി എന്നാ പറയുക. ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ്ടായത്, അക്കാലത്ത് ഭഗവാനും അങ്ങനെ ചിന്തിച്ചു. ഇപ്പം നോക്കൂ, അർജുനൻ്റെ കാര്യം തന്നെ നോക്കൂ. ഭഗവാനെ തൊട്ട് സേവിച്ച് നടക്കണവനാണ് ആര്? അർജുനൻ. എന്നിട്ടിപ്പോൾ എന്തുണ്ടായത്? അഹങ്കാരത്തിൻ്റെ അംശം ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായത്. ഞാൻ അങ്ങയുടെ ഉണ്ണിയെ രക്ഷിക്കുന്നു, ഭഗവാനോട് ചോദിച്ചാൽ പോരെ? ചോദിച്ചോ? എന്നാണ് കഥ. അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ വലിയ ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊക്കെ വരാച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ലാത്തവർക്ക് എത്രയ്ക്കൊക്കെ വരാം. ശരിയല്ലേ ഇത്? ഭഗവാനും തീരുമാനിച്ചു, കുറേ കാലമായില്ലേ ഇവിടേക്ക് വന്നിട്ട്, മടങ്ങി പോകണ്ടേ ഇനി ഇവിടുന്ന്. മടങ്ങി പോവാനായിട്ട് ആരോ ഒരുങ്ങി. ഭഗവാൻ പുറപ്പെട്ടു. ഭഗവാൻ മടങ്ങി പോവാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന കാലത്താണ് ഒരിക്കൽ എന്താ ഉണ്ടായി ചോദിച്ചാൽ, ദ്വാരകയിലേക്ക് കുറച്ച് മഹർഷിമാർ വന്നു. നാരദര്, അങ്കിരസ്, വിശ്വാമിത്രര്, കണ്ണൻ, അസിതൻ, ദേവലൻ എന്നൊക്കെ പറഞ്ഞ മഹർഷിമാർ, നാരദാദികൾ കുറച്ച് പേര് വന്നേ. ഇവരെല്ലാവരും കൂടി അങ്ങനെ നാരദ മഹർഷിയുടെ മുമ്പിൽ നിർത്തിയിട്ട് എല്ലാവരും കൂടി വന്ന സമയത്ത് ഇവരെ ഈ ദ്വാരകയിലേക്ക് വന്നപ്പോൾ ദ്വാരകാപുരിയിൽ കുട്ടികളൊക്കെ ഉണ്ട് കുറച്ച് പേര്. അവരിങ്ങനെ മുറ്റത്ത് കളിക്കണ്ടേ. ഇവർ ഭഗവാനെ കണ്ട് മടങ്ങി പോവാണ് ഈ മഹർഷിമാര്. ഈ മഹർഷിമാര് ഭഗവാനെ കണ്ട് മടങ്ങി പോണ സമയത്ത് ഈ ചെറുപ്പക്കാരവിടെ കളിക്കണവരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ നേരെ ചെന്ന് ഈ മഹർഷിമാരുടെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഈ സാമ്പൻ എന്ന് പറഞ്ഞൊരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണി അവർ സ്ത്രീവേഷം കെട്ടിച്ച്, ഗർഭിണിയുടെ മാതിരി വേഷമൊക്കെ കെട്ടിച്ച് കൊണ്ടുവന്ന് ഈ മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, മഹർഷി ഈ താടിക്കാരന്മാർക്കൊക്കെ വല്ല കഥയുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കാൻ ചെയ്ത പണിയത്. കൊണ്ടുവന്ന് ചോദിച്ചു, ഇവള് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പ്രസവിക്കുക ചോദിച്ചു. പരിഹാസേ, വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട്. മഹർഷിമാര് പറഞ്ഞു, ഇവള് പ്രസവിക്കും ഒലയ്ക്ക എന്നും പറഞ്ഞു. എന്തൊലയ്ക്ക? മുസലം കുലനാശനം, നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കണേ ഇരുമ്പൊലയ്ക്ക പ്രസവിക്കും എന്നും പറഞ്ഞു. പേടിച്ചു പോയി. അയ്യോ കളികാരി. മഹർഷിമാര് പോവുകയും ചെയ്തു. ഇവർ ഈ ശീലക്കെട്ടൊക്കെ അഴിച്ചു നോക്കിയപ്പം ഒരു ഇരുമ്പൊലയ്ക്ക. എന്ത് ചെയ്യും? ഭഗവാനോട് പോയി പറയാൻ പറ്റുമോ? ഇത് എന്ത് പെട്ടെന്നായിപ്പോയി. ഇരുമ്പൊലയ്ക്ക പറ്റൂ, അറിയിക്കാൻ പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഭഗവാനോട് മിണ്ടിയില്ല. അവർ യാദവ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു,
രാജാവ് പറഞ്ഞു, വേറെ പണിയൊന്നും ഇല്ല, അതുകൊണ്ട് തരാക്കിയതല്ലേ ഒലയ്ക്ക, ഒരു കാര്യം ചെയ്തോളൂ, അത് നല്ലോണം രാഗി 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 പൊടിച്ച് കൊണ്ടുപോയിട്ട് കടലിൽ കളഞ്ഞോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഒരു ഒലയ്ക്ക പൊടിച്ച് പൊടിച്ച് പൊടിയാക്കി ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു. അവസാനം ആ കഷ്ണവും ഈ പൊടിയെല്ലാം കൂട്ടി കടലിൽ കൊണ്ടുപോയിട്ടു തിരമാല അടിച്ച് കയറി വന്ന കൂട്ടത്തിൽ ഈ പൊടി കരയിലേക്ക് അടിച്ച് കയറി വന്നു. ആ പൊടി, ഒലക്കയുടെ പൊടി വീണ ദിക്കിലൊക്കെ ഒരു പുല്ല് മുളച്ചു. ഏരകപ്പുല്ല് എന്ന് പറയും. ഏരകം, നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ ഓല കണ്ടിട്ടില്ലേ, അതിനേക്കാളും മൂർച്ചയുള്ള ജാതി പുല്ല. ആ പുല്ല് മുളച്ചു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായി, ഇരുമ്പിൻ്റെ കഷ്ണം. ആ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. ഈ മത്സ്യത്തെ ഒരു മുക്കുവം പിടിച്ചിട്ട് ഒരു വേടന് വിറ്റു. വേടൻ ഈ മത്സ്യത്തെ കീറി മുറിച്ച് കൊണ്ടുപോയി നോക്കിയപ്പം ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടി. ഈ വേടന്മാർക്ക് ഇരുമ്പ് കിട്ടിയാൽ നമുക്ക് സ്വർണം കിട്ടും പോലെയാണ്. ആ വേടൻ എന്ത് ചെയ്തു? ഈ ഇരുമ്പ് അടിച്ച് പരത്തി കൂർപ്പിച്ച് തൻ്റെ അമ്പിൻ്റെ അറ്റത്ത് അവിടെ പിടിപ്പിച്ചു. വേണ്ടി വരും നാളേക്ക് എന്നും പറഞ്ഞു. ഇതൊക്കെ നാളേക്കുള്ള ഒരു കട്ടെന്നേക്ക് ഇതൊന്നും വേണ്ട. ഭഗവാൻ പോവാൻ വേണ്ടതായ ടിക്കറ്റ് റിസർവ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ആരുടെ? ഭഗവാന്റെ. ടിക്കറ്റൊക്കെ നേരെയാക്കി വെച്ചാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? പെട്ടി ഒരുക്കലാണ്. പിന്നെ എന്താ, സാധനങ്ങൾ പെറുക്കി വെച്ചിട്ട് ഭഗവാൻ ഇപ്പം അതാണ് ഓരോന്ന് പെറുക്കി വെച്ചാൽ എന്താ അർത്ഥം? ഭഗവാൻ വൈകുണ്ഠത്തേക്ക് പോകാനുള്ളതായ വിദ്യ വാങ്ങി വെച്ചു, ശാപം വാങ്ങി വെച്ചു. നീ പോവാൻ പുറപ്പെടുക. അങ്ങനെ ഭഗവാൻ ഇവിടുന്ന് പോവുകയായി എന്ന് കണ്ടപ്പം ആർക്കും മനസ്സിലായില്ല. നാരദ മഹർഷിക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. നാരദ മഹർഷി എന്ത് ചെയ്തു? നാരദ ഭഗവാൻ ഈ ദേഹം ഭഗവാൻ ഇവിടുന്ന് ഇത്രയും കാലം ഭൂമിയിൽ വന്ന് ഭഗവാനെ തൊഴുതും നമസ്കരിച്ചും സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടി പോയൊരു കാലുണ്ട്. ഭഗവാൻ ഈ പോവുകയല്ലേ, വലിയ വ്യസനം തോന്നി ആർക്ക്? നാരദ മഹർഷിക്ക്. നാരദ മഹർഷി എന്ത് ചെയ്തു? ആ വിഷമം തീർക്കാനായിട്ട് കുറച്ചു ദിവസം ഭഗവാന്റെ കൂടെ പോയി താമസിക്കുക എന്ന് വിചാരിച്ചിട്ട് നാരദരെ ദ്വാരകയിൽ വന്ന് താമസാക്കി. എവിടെ? ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്വഹാം അവാൽസീൽ നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസ. ഗോവിന്ദ ഭുജഗുപ്തായാം, ഭഗവാന്റെ ആ ഒരു അധികാരത്തിലിരിക്കുന്നതായ ദ്വാരകയില് അവാൽസിയിൽ നാരദര് കുറച്ചു ദിവസം വന്ന് താമസിച്ചു. ഇനി ഈ നാരദര് വന്ന് താമസിക്കുന്ന സമയത്താണ് നാരദ മഹർഷിയോട് നമ്മുടെ ഈ വസുദേവരുണ്ടല്ലോ, വസുദേവർ ഇങ്ങനെ അവിടെ ഉണ്ട്. വസുദേവർക്ക് വലിയ സന്തോഷമായി. വസുദേവർ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, ഗുരുനാഥ, അങ്ങ് ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലേ, ഞാൻ ചെറിയ സംശയമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരില്ലേ ചോദിച്ചു. പറയാൻ എന്താ അങ്ങനെ സംശയം ചോദിച്ചു. അപ്പൊ നാരദ മഹർഷിയോട് ഈ ഇദ്ദേഹം ചോദിച്ചു, വസുദേവര് ചോദിച്ചു, എനിക്ക് ഈ ഭാഗവത ധർമ്മങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. ഭാഗവത ധർമ്മം. അത് കേട്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, പണ്ട് നിമി മഹാരാജാവിന്റെ സത്രശാലയിലേക്ക് വന്ന നവയോഗീശ്വരന്മാരോട് നിമി മഹാരാജാവ് ഈ ചോദ്യം ചോദിച്ചു. അപ്പൊ നിമി മഹാരാജാവിന് ആ മഹർഷിമാര് പറഞ്ഞു കൊടുത്ത മാതിരി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞു. ആരാ ഈ നിമി മഹാരാജാവ്? നിമി മഹാരാജാവ് പറഞ്ഞ ജനകന്റെയൊക്കെ വംശത്തിലുണ്ടായ ഒരു പൂർവികൻ ആണ്. ജനക പരമ്പരയുടെ രാജാവാണ് നിമി. അപ്പൊ നിമി മഹാരാജാവിന്റെ കൊട്ടാരത്തേക്ക് നവയോഗീശ്വരന്മാർ വന്നു. പഞ്ചമസ്കന്ധം വായിച്ച അർത്ഥം പറഞ്ഞ സമയത്ത് നമ്മൾ ഋഷഭദേവന്റെ പുത്രന്മാർ 100 പേരുണ്ടായി. മൂത്തപുത്രൻ ഭരതൻ, പിന്നീട് 9 പേര് ഓരോ ദേശത്തിന്റെ രാജാക്കന്മാരായി, വീണ്ടും ഒരു 9 പേര് യോഗീശ്വരന്മാരായി, 81 പേര് ബ്രാഹ്മണരായി എന്ന് പറഞ്ഞു. അതിൽ ആ 9 പേര് യോഗീശ്വരന്മാരായവരുടെ കഥ 6ാമത്തെ ദിവസം വൈകുന്നേരം നമ്മൾ കേൾക്കുന്നും പറഞ്ഞതാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്താ വെച്ചാൽ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്ന് പറഞ്ഞിട്ട് 9 പേര് യോഗീശ്വരന്മാര് നിമി മഹാരാജാവിന്റെ സത്രശാലയിൽ വന്നപ്പം നിമി മഹാരാജാവ് ഇതേ ചോദ്യം ചോദിച്ചു. ആരാണ് ഭാഗവതൻ? എന്താണ് ഭാഗവതന്റെ ലക്ഷണം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഭാഗവതൻ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാലേ, നോക്കൂ, സർവസ്വം ഭഗവാന്റെ കാൽക്കലെ സമർപ്പിച്ച ആളേന് എന്ത് പറയുക? ഭാഗവതൻ എന്ന് പറയുക എന്ന് ആദ്യത്തെ ഗുരുനാഥൻ കവി പറഞ്ഞു കൊടുത്തു. എങ്ങനെ? മന്യേ അകുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്യുഗ്ന ബുദ്ധേരസദാത്മഭാവാദ് വിശ്വാത്മന എത്ര നിവർത്തതേ ഭീഹി. അതായത് ഈ ഭഗവാന്റെ തൃപ്പാദത്തിൽ മനസ്സുറപ്പിച്ച കൂട്ടർക്ക് അകുതശ്ചിൽ ഭയം, ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല. അവരെങ്ങനെയാണെന്നറിയൂ? കണ്ണ് കെട്ടി ഓടിയാൽ പോലും വീഴില്ല അവര്. നമ്മൾ കണ്ണ് തുറന്ന് നടന്നിട്ട് എത്ര വീണിട്ടുണ്ട് ഇല്ലേ? കണ്ണ് കെട്ടി ഓടിയാൽ പോലും അവർ വീഴില്ല. അത്തരക്കാരുടെ പ്രത്യേകത പറയുമ്പം പറയും, ആരാണ് ഭാഗവതൻ എന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞു കൊടുത്തു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃത സ്വഭാവാൽ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേൽ തൽ. ആരും നീട്ട് പോരുത് കേട്ടോ.
എന്താ പറയാൻ കാരണം ചോദിച്ചാൽ, പണ്ട് നമ്മൾ ഈ ശ്ലോകം ചൊല്ലിയപ്പം പിമ്പിലിരിക്കുന്ന ഒരാൾ എണീറ്റ് മുണ്ട് കുടഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു തിരുമേനി നേരത്തെ നിർത്തി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാണ്ട് പോവുകയും ചെയ്തു. നിർത്തുമ്പം ചെല്ലണ ശ്ലോകം പോലെയുള്ള ശ്ലോകമാണ്, പക്ഷെ നിർത്തുമ്പം ചെല്ലണതല്ല, ലേശം വ്യത്യാസമുണ്ട്. അത് ഉത്തമ പുരുഷൻ കർത്താവായിട്ടാണ് ചൊല്ലണത്. സമർപ്പയാമി എന്നല്ലേ പറയുക, അത് ഉത്തമ പുരുഷനാണ്, അഹം കർത്താവാണ്. ഇവിടെ സമർപ്പയേ പ്രഥമ പുരുഷനാ കർത്താവേ. ആരാണോ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഏത് തരത്തിൽ എന്ത് ചെയ്യണോ ആ ചെയ്യണതൊക്കെ ആരാണോ ഭഗവാന് സമർപ്പിച്ച് ചെയ്യണത് അദ്ദേഹത്തിനാണ് എന്ത് പറയുക, ഭാഗവതൻ എന്ന് പറയുക. സമർപ്പണത്തിൻ്റെ പ്രത്യേകതയാണ് ഭാഗവതന്റെ പ്രത്യേകത. ആ സമർപ്പണമുള്ളവരെ അവർക്ക് എന്തില്ല, ഭയം ദ്വിതീയാഭിനിവേശതസ്യാൽ ഈശാദപേദസ്യ വിപര്യയോ സ്മൃതി. അതുണ്ടാവുന്നത്. അതായത് ഭഗവാന്റെ ആ തൃപ്പാദത്തെ മനസ്സിരുത്തിയ കൂട്ടർക്ക് രണ്ടിച്ച ബുദ്ധി ഉണ്ടാവില്ല. രണ്ടിച്ച ബുദ്ധി ഇല്ലെങ്കിൽ ഭയവും ഇല്ല. ഭയം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് അവനവൻ്റെ കുടുംബത്തിൽ ഇരിക്കുക. വൈകുന്നേരം അങ്ങനെ ഇരുന്നതാണ് 7 മണിക്ക്, ആരും ഇല്ല, ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വലിയ പേടിയാണ്. സന്ധ്യയ്ക്ക് വൈകുന്നേരം ഇരുന്നതാണ്. ഇരുന്ന കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി വാന്നും പറഞ്ഞു വാതിലും തുറന്നിട്ടിരിക്കണോ, ആരുമില്ല നാട്ടില്. നമുക്കൊരു ഭയവും ഇല്ല. നമ്മൾ സുഖമായിട്ട് ഉറങ്ങി. ഉണർന്ന് നോക്കിയപ്പോൾ വാച്ചിൽ നോക്കിയപ്പോൾ മണി 9:30. അപ്പോഴേക്ക് മുണ്ടങ്ങട്ട് നനഞ്ഞു. എന്തേത് മഴ പെയ്തതാ? മഴയൊന്നും പെയ്തിട്ടില്ല, മീനമാസത്തിലല്ല മഴ പെയ്തതല്ല. എന്താ കാരണം? ഇത്രയും നേരം ഈ 6 മണിക്ക് തുടങ്ങിയിട്ട് 9:30 വരെ 3.5 മണിക്കൂർ ഉറങ്ങുമ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് തോന്നലില്ല. ഉണർന്നപ്പോൾ എന്ത് തോന്നി? അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മണി 9:30 ആയില്ലോ, വാതിൽ തുറന്നിട്ടുമല്ലോ, കള്ളനകത്ത് ഉണ്ടാവുമോ ആവോ? കണ്ടോ, താനല്ലാത്ത വേറൊരു കള്ളൻ അകത്തുണ്ടാവുമോ വരുമോ എന്ന് തോന്നിയതുകൊണ്ടല്ലേ ഭയം ഉണ്ടായത്. ഉറങ്ങണ സമയത്ത് താനല്ലാത്ത ഒന്നിനെ കുറിച്ചുള്ള ബോധം ഇല്ല. രണ്ടിച്ച ബുദ്ധി ഉണ്ടെങ്കിൽ ഭയമുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയൊന്നുമില്ല. പാമ്പ് വരുമോ ചിന്തിച്ചു നോക്കൂ. പിന്നെ നമുക്ക് മുണ്ട് നനയേണ്ട പറ്റില്ല. കള്ളം വരുമോ മുണ്ട് നനയേണ്ട പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആത്മേവേദം സർവ്വം എന്നുള്ളൊരു ബോധ്യമുണ്ടോ? അപ്പോൾ പേടി ഉണ്ടാവുക രണ്ടിച്ച ബുദ്ധി ഉണ്ടാവുമ്പോഴാണ്. ദ്വന്ദ്ബുദ്ധി ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് പോകും. ഇതാണ് വേണ്ടത്. അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നമുക്ക്, എങ്ങനെയാ ഈ ഭാഗവതൻ ലക്ഷണം എന്താണ് പറഞ്ഞു? സർവഭൂതേഷു യഃ പശ്യേൽ. ആരാണോ സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപനായ ഭഗവാനെ കാണുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് ബുദ്ധിയായിട്ടിരിക്കുന്നത്, അത്തരക്കാരെ സംബന്ധിച്ച് എന്തില്ല, അവരെയാണ് ഭാഗവതൻ എന്ന് പറയുക. സകല ഭൂതങ്ങളിലും ഈശ്വരഭാവത്തെ കണ്ട് തൊഴാൻ ഉള്ള പ്രാപ്തി ഉണ്ടാവുക എന്നാ പറയുക. ഈ ബുദ്ധിയാണ്, ബോധമാണ് ഉണ്ടാവേണ്ടത്. ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ആ ബോധം ഇല്ലേണ്ടിരിക്കുന്നത്? ആ ബോധം ഇല്ലാണ്ട വരാൻ കാരണം മായയുടെ പ്രത്യേകതയാണ്. ഭഗവൻ മായ പുറപ്പെട്ട എന്തുണ്ടാവും? ഈ മായ പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. സന്ധ്യാസമയത്ത് ഇടവഴിയിൽ കിടക്കണ കയറ് കാണുമ്പോൾ പാമ്പാണെന്ന് തോന്നില്ലേ? കയറ് പാമ്പാവുമോ? കുറെ കാലം കിടന്ന കയറ് പാമ്പാവുമോ? കയറൊരു കാലത്തും പാമ്പാവില്ല. എന്നാൽ ഈ കയറിൽ പാമ്പിനെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിലിരിക്കണേ അജ്ഞാനത്തിൻ്റെ അന്തല്ല, ഈ മായയുടെ അന്തല്യായോണ്ടാണ് ഇതൊക്കെ തോന്നുന്നത്. ഓഹോ, അങ്ങനെയല്ലേ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കർമ്മത്തിൻ്റെ സമ്പ്രദായം എന്താണ്? കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് ചോദിച്ച സമയത്ത് അതിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഈ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്തു, ഗുരുനാഥനെ ചെന്ന് ആശ്രയിക്കണം. അങ്ങനെ ഗുരുനാഥനെ ആശ്രയിച്ച് ഭാഗവത ശാസ്ത്രത്തിൽ ശ്രദ്ധ വെച്ച് അന്യശാസ്ത്രങ്ങളിൽ നിന്ദില്ലാതെ കണ്ട് പുറപ്പെടുമ്പം ഭഗവാന്റെ മഹിമ ബോധ്യപ്പെട്ട് കർമ്മനിർമുക്തന്മാരാവാനായിട്ട് സരാവും. ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ്? ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ. അതാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരലയാദികൾ അഭംഗുരം നടന്നു പോണത് ഏതൊരാധാര ചൈതന്യത്തിന്റെ മുകളിലാണോ അതിൻ്റെ പേരാണ് എന്ത്? ആ ഈശ്വര സ്വരൂപം. അതാണ് അധിഷ്ഠാനം. ആ അധിഷ്ഠാനത്തിലും വന്നുപോയും കൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം. നമ്മൾ പറഞ്ഞില്ലേ, ഓടാണ് അധിഷ്ഠാനം. ആ ഓടിൽ വന്നുപോയും കൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളാണ് എന്ത്? കിണ്ണവും കിണ്ടിയും മുരളി എന്ന് പറഞ്ഞില്ലേ, സ്വർണമാണ് ആധാരം. ആ സ്വർണത്തിൽ വന്നു പോണതാണ് എന്ത്? മാലയും വളയും കമ്മലും ഒക്കെ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രപഞ്ചത്തിന്റെ. കർമ്മയോഗത്തിന്റെ സമ്പ്രദായം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം ആവിർഹോത്ര ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു. കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് പറഞ്ഞ് 3 ജാതിയുണ്ട്. കർമ്മം വേദോക്തമായത്, അകർമ്മം എന്ന് പറഞ്ഞാൽ അത് ചെയ്യായ, വികർമ്മം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് ചെയ്യണതിൻ്റെ പേരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? പരോക്ഷവാദോ വേദോയം
ബാലാനാം അനുശാസനം. വേദങ്ങളിലൊക്കെ പരോക്ഷമായിട്ടാ പറയുക. പരോക്ഷമായിട്ട് പറയാച്ച അർത്ഥം എന്താണ്? അതിലോരോന്ന് പറയും. യാമീമാം പുഷ്പിതാം വാചം, ഇന്നത് ചെയ്തോളൂ ഇന്ന ഫലം ഉണ്ടാവും, ഇന്നത് ചെയ്തോളൂ ഇന്ന ഫലം ഉണ്ടാവും എന്നൊക്കെ പറയും, വേദത്തിൽ പറയും. അതെന്തിനാ പറയണമെന്ന് അറിയൂ? നമ്മുടെ ഈ സൽക്കർമ്മത്തിലേക്ക് തിരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് 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 സദ്ഭാവം ഉണ്ടാക്കി ഹൃദയം ശുദ്ധാക്കാനും, അങ്ങനെ ശുദ്ധമായ ഹൃദയത്തില് എന്തുണ്ടാവും? കർമ്മമോക്ഷായ കർമാണി. കർമ്മത്തിൽ പെടാനല്ല കർമ്മം, കർമ്മത്തിൽ നിന്ന് മുക്തി ഉണ്ടാവാനാണ് കർമ്മം ചെയ്യുന്നത്. അതിനാണ് പുറപ്പെടേണ്ടത് എന്നും പറഞ്ഞു. ഇങ്ങനെയാണ് വേദോക്ത കർമ്മങ്ങൾ ചെയ്യുമ്പം നിഷ്കാമായിട്ട് ചെയ്യുമ്പം ഹൃദയം ശുദ്ധാവും. ആ ഹൃദയത്തിൽ ഭഗവാൻ പ്രസാദിക്കും. അങ്ങനെയാണ്. അപ്പൊ ചോദിച്ചു, ഭഗവാന്റെ ലോകാനുഗ്രഹ സമ്പ്രദായം, അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ ഭഗവാന്റെ പ്രഭാവം ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആയിത്തീരുമ്പോൾ അതിന്റെ പേരാണ് എന്ത്? ഭഗവാനെ കണ്ണുകൊണ്ട് കാണാനും തൊടാനും പറ്റില്ലല്ലോ. പക്ഷേ രൂപം ധരിച്ചു വന്നാലോ നമുക്ക് കാണാം, മിണ്ടാം, പറയാം, കേൾക്കാം. ഇതാണ് ഭഗവാന്റെ അവതാരങ്ങളുടെ പ്രത്യേകത.